ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് നീതിമാനായ വിധിയാളൻ എന്നുള്ള ടോപ്പിക്കായിരുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ നീതിമാനായ വിധിയാളൻ ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യാഗമനം കാത്തിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ കർത്താവിന്റെ വിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മെയിനായിട്ട് നമ്മൾ വരാനിരിക്കുന്ന എല്ലാവർക്കും ഉള്ള വിധി ചിന്തിച്ചു. കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത്, ദെൻ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതായത് രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി, രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധി, പിന്നെ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അന്ന് ജീവനോടെ ലോകത്തിലുള്ളവര്, അതായത് ലോകത്തിൽ സകല ജനതകളെയും തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടും, ഇടതുവശത്തും വലതുവശത്തും തിരിക്കുന്ന അത് നമ്മൾ ചിന്തിച്ചു. പിന്നീട് നമ്മൾ ചിന്തിച്ചത് ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടും, ആ മുള ദരിദ്രർക്ക് നീതിയോടെ നീതി വിധിക്കും, ദരിദ്രർക്ക് നീതി വിധിക്കും. അത് കർത്താവിന്റെ ഒരു ക്യാരക്ടറായിട്ട്, അല്ലെങ്കിൽ ഈശായുടെ കുറ്റിയിൽ നിന്നുള്ള മുളയുടെ ക്യാരക്ടറായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കർത്താവിന്റെ ജീവിതകാലത്ത് ആ സ്ത്രീ വിലയേറിയ സുഗന്ധതൈലം കർത്താവിന്റെ ശരീരത്തിൽ ഒഴിച്ചപ്പോൾ അപ്പസ്തലന്മാർ പറഞ്ഞു, എന്തിനീ ദുർവ്യയം? കർത്താവ് പറഞ്ഞു, അവൾ നല്ല കാര്യം ചെയ്തിരിക്കും, ദരിദ്രർ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദരിദ്രർ എന്നും നമ്മുടെ കൂടെ ആക്കിയേക്കുന്നത് ദൈവത്തിന് ന്യായം വിധിക്കാൻ വേണ്ടിയിട്ടാണ്. അവരോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ്. കാരണം കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ദരിദ്രരുടെയും വിധവകളുടെയും അനാഥരുടെയും ഒക്കെ ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അളവുപോലാണ് നമുക്ക് ദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡ്. അത് നമ്മൾ ചിന്തിച്ചതാ. ഡ്യൂട്രോമിയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടെ അത് ചിന്തിച്ച് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവം ചെയ്തിട്ടുള്ള ന്യായവിധികളെ കുറിച്ചോടെ ചിന്തിക്കുന്നത് നമുക്ക് ആവശ്യമാണ്. കാരണം ഈ ദൈവത്തിന്റെ വചനത്തിൽ ഇൻഡിവിജ്വൽസിനെ ദൈവം ന്യായം വിധിച്ചിരിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ആ രീതിയിൽ ദൈവം ഇന്ന് ലോകത്ത് ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ വ്യക്തികളെ ന്യായം വിധിക്കുന്നത്. ഡ്യൂട്രോമി 15 അതിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് ഏതെങ്കിലും പട്ടണത്തിൽ നിന്റെ ഒരു സഹോദരൻ ദരിദ്രനായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ ആ ദരിദ്ര സഹോദരന് വേണ്ടി കൈ അയക്കാൻ മടിക്കുകയോ അരുത്. മറിച്ച് അയാളുടെ ആവശ്യത്തിന് വേണ്ടതെല്ലാം എന്തായാലും അത് നീ കൈ അയച്ച് കടമായി കൊടുക്കണം. ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഹീനചിന്തകൾ ഉണ്ടായി മോചന വത്സരമായ 7-ാം വത്സരം അടുത്തിരിക്കുന്നു എന്ന് നീ പറയും. നിന്റെ ദരിദ്ര സഹോദരന് വിപരീതമായിരിക്കും നിന്റെ ദൃഷ്ടി. നീ അയാൾക്ക് ഒന്നും നൽകുകയില്ല. അപ്പോൾ അയാൾ കർത്താവിനോട് നിലവിളിക്കും, അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യും. നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം. മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. ഇത് നിമിത്തം നിന്നെ നിന്റെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ സംരംഭങ്ങളിലും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. ദേശത്ത് ദരിദ്രൻ ഒരിക്കലും ഇല്ലാതാകില്ല. അതുകൊണ്ട് ദേശത്തിലെ ആവശ്യക്കാരനും ദരിദ്രനുമായ നിന്റെ സഹോദരനെ നീ കൈ തുറന്ന് സഹായിക്കണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. അപ്പൊ ഇത് തന്നെ കർത്താവ് അവിടെ ആ സ്ത്രീ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ പറഞ്ഞ ഈ ഭാഗങ്ങൾ തന്നെ ദേശത്ത് ദരിദ്രൻ ഒരിക്കലും ഇല്ലാതാകില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം ലോകത്തിൽ പവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസം വന്നിട്ടുണ്ട്, പല ഭരണക്രമങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട് ഇക്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ദൈവം പറഞ്ഞേക്കുന്നത് ദേശത്ത് ദരിദ്രൻ ഇല്ലാതാകില്ല. കാരണം ദൈവത്തിന് ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ വിചാരിക്കും സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാരാണ്, സമ്പത്തില്ലാത്തവർ ഹതഭാഗ്യരാണെന്നോ. ഈ സമ്പത്ത് ഒരാൾക്ക് ദൈവം കൊടുത്തിട്ട് അത് മോർ ലഗേജ് കൊടുത്തേക്കുന്ന പോലെ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ന്യായവിധിയിൽ വരാൻ പോകുന്ന കാര്യം. കാരണം കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നത്, നീ അയാൾക്ക് ഉദാരമായി കൊടുക്കണം, മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കരുത് നീ കൊടുക്കുന്നത്. ഇത് നിമിത്തം നിന്റെ എല്ലാ പ്രവൃത്തികളിലും എല്ലാ സംരംഭങ്ങളിലും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഓൾഡ് ടെസ്റ്റാമെന്റ് ന്യൂ ടെസ്റ്റാമെന്റ് എന്നുള്ളതല്ല, ഇതൊരു ലൈഫ് ക്യാരക്ടറിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡും നമ്മുടെ വരുമാനം ദരിദ്രർക്ക് വേണ്ടി നമ്മൾ കൈമാറുന്നതുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും അനുഗ്രഹം ഐശ്വര്യം വരുന്നത്. ആലോചിച്ച് നോക്ക്, എത്ര ബന്ധപ്പെട്ട പല കാര്യങ്ങളും കിടക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് നമുക്കറിയാം, നിയമത്തില് കടം കൊടുത്താല് 7-ാം വത്സരമാകുമ്പോൾ അത് എഴുതി തള്ളും. അപ്പൊ ഇപ്പം ഈ ജൂബിലി വർഷം അല്ല 6-ാം വർഷത്തില 4-ാം വർഷം 5-ാം വർഷം ഒരാൾ കടം ചോദിക്കുന്നെങ്കിൽ അവർ കൊടുക്കാൻ മടിക്കും. കാരണം 7-ാം വർഷം ആയാലെല്ലാം പിന്നെ തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്ന പാഠം,
തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, ന്യൂ ടെസ്റ്റാമെന്റിൽ അതിന്റെ സ്പിരിച്വൽ വേർഷൻ അതുപോലെ തന്നെ കർത്താവ് പഠിപ്പിച്ചു, തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ലൂക്ക് 6:35 വായിക്കുമ്പോൾ വായിക്കാം. 6:35 തുടങ്ങിയുള്ളത്. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക, നന്മ ചെയ്യുക, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക, എങ്കിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അത് തന്നെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയത്, തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. അതായത് അത് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് കടം കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. കടം കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട, നോ പ്രോബ്ലം. പക്ഷെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കടം കൊടുക്കുന്ന ഒരു ക്രിസ്ത്യൻ ഗീവിങ് അല്ല. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന്റെ 9ാം സെന്റൻസ് ഡ്യൂട്രോണമി 15:9 ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അപ്പോൾ അയാൾ കർത്താവിനോട് നിലവിളിക്കും, അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യും. അപ്പൊ ഈ നോക്ക്, നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ആവശ്യക്കാരനെ ഒരുപക്ഷെ ഈ ആളൊരു കടം ചോദിച്ചിട്ടുണ്ടാവില്ല ഈ കയ്യിൽ പൈസ ഉള്ള ആളോട്. പക്ഷേ അറിഞ്ഞു കൊടുത്തില്ല, നമ്മൾ അറിഞ്ഞു കൊടുത്തില്ല, മറ്റേ ആൾക്ക് അറിയില്ല ഇയാളുടെ കയ്യിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷെ കർത്താവിനോട് കരഞ്ഞു, ബുദ്ധിമുട്ടി കർത്താവിനോട് കരഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആ കരച്ചില് നീ അയാൾക്കൊന്നും നൽകിയില്ല, അപ്പോൾ അയാൾ കർത്താവിനോട് നിലവിളിക്കും, അത് നിന്നിൽ പാപമായി തീരുകയും ചെയ്യും. ആലോചിച്ചോ നമ്മുടെ ജീവിതത്തില്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ പ്രൊവേർബ്സ് എടുക്കുമ്പോൾ, സുഭാഷിതങ്ങൾ എടുക്കുമ്പോൾ, സുഭാഷിതം 3 അതിന്റെ 27 വായിക്കുമ്പോൾ വായിക്കാം. നന്മ ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ അർഹതയുള്ളവർക്ക് അത് നിഷേധിക്കരുത്. അത് നിന്റെ കയ്യിലുള്ളപ്പോൾ പോയി വീണ്ടും വരൂ, നാളെ ഞാൻ അത് തരാം എന്ന് നിന്റെ അയൽക്കാരനോട് പറയരുത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡാ. അതായത് നന്മ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം നന്മ ചെയ്യാൻ നിന്റെ കയ്യിൽ വക ഉള്ളപ്പോൾ ഒരാവശ്യക്കാരനെ കണ്ടിട്ട്, അതല്ലേ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. അതായത് നിന്റെ കയ്യിൽ ഭൗതിക സമ്പത്ത് ഉണ്ടായിരിക്കെ ആവശ്യക്കാരനായിട്ടുള്ള സഹോദരനെ കണ്ടിട്ട് അവന്റെ നേരെ കണ്ണടയ്ക്കുന്നവനിൽ എങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിലനിൽക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു വിശ്വാസത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമോ? നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് എടുക്കുമ്പോൾ ജോബിന്റെ പുസ്തകം അതിന്റെ 29 എടുക്കുമ്പോൾ അതിന്റെ 12 വായിക്കുമ്പോൾ, കാരണം നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു, നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നവരുടെ അനുഗ്രഹം എനിക്കുണ്ടായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നവരുടെ അനുഗ്രഹം എനിക്കുണ്ടായി. ഇത് നോക്ക്, ഈ നാശത്തിൽ എത്തിയിരിക്കുന്നവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ദൈവാനുഗ്രഹം. അതായത് കഷ്ടത്തിലിരിക്കുന്ന നിരാശ്രയനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗതിയില്ലാതെ, അല്ലെങ്കിൽ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും മക്കളുള്ള നമ്മുടെ മക്കളെ, നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് സംതിങ് ഡിപ്രൈവ്ഡ് ആകുമ്പോൾ നമുക്ക് എത്ര ദുഃഖം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അതേ കണ്ടീഷനിൽ ദരിദ്രനായിട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു സഹായം മുഖാന്തരമായിട്ട് അവരുടെ ഒരു ആവശ്യം നടക്കുമ്പോൾ എന്താ വായിക്കും, അത് അവരുടെ ഹൃദയത്തിനുണ്ടാകുന്ന സന്തോഷത്തെയാണ് ഈ 2 കൊറിന്ത്യൻസിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല പ്രാർത്ഥന ഇങ്ങനെയുള്ള ഒന്നുമില്ല, ദൈവം ഇതിനെല്ലാം ഉത്തരം നൽകുന്നത്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നവരുടെ, നമുക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ചികിത്സിക്കാതിരിക്കുന്ന ഒരാൾ, കാരണം ക്യാൻസർ പേഷ്യന്റ്, ടെർമിനൽ പേഷ്യന്റ്, എന്താന്ന് പറഞ്ഞാലും പൈസ ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ആരും ചികിത്സിക്കില്ല. എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്. അതായത് ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. അതായത് പാമ്പ് കടിച്ച ഒരാളെ കൊണ്ടുവന്ന്, മൂർഖം പാമ്പ് കടിച്ച്, എനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു പേഴ്സണലി. മൂർഖം പാമ്പ് കടിച്ച് ഒരാളെ ഈ കാഷ്വാലിറ്റിക്ക് കൊണ്ടുവന്നപ്പോൾ പൈസ കെട്ടിവെക്കാതെ ഇഞ്ചക്ഷൻ എടുക്കില്ല. എന്നിട്ട് അവർ കരഞ്ഞ് ഓടിപ്പിടിച്ച് എങ്ങനെയോ അറിയാവുന്ന അവിടുത്തെ ഒരു ഡോക്ടറെ പരിചയം ഉണ്ടായിരുന്നു. ഈ മൂർഖം പാമ്പ് കടിച്ച് എന്നിട്ട് അല്ലെങ്കിൽ അതൊരു മിഷണറി ഹോസ്പിറ്റലാണ്, മരുന്ന് കുത്തിവെക്കില്ല പൈസ കൊടുക്കാതെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആളെ സഹായിച്ചെന്നിരിക്കട്ടെ, അവരുടെ ഹൃദയത്തിന്, അതവിടെ പറഞ്ഞേക്കുന്നത്, അവരുടെ ഹൃദയത്തെ കൊണ്ട്
നമ്മൾ വായിച്ച ഭാഗം ഒന്നാണ് വായിച്ചു. നാശത്തിന്റെ വക്കിൽ അത് തന്നെ, നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുന്നവരുടെ അനുഗ്രഹം എനിക്കുണ്ടായി. വിധവയുടെ ഹൃദയത്തെ കൊണ്ട് ഞാൻ ആനന്ദഗീതം ആലപിച്ചു. ഇതെല്ലാം ഈ വിധവയുടെ ഹൃദയത്തിന്റെ ആനന്ദഗീതം അല്ല, നാശത്തിന്റെ വാക്കിൽ എത്തിയിരിക്കുന്ന ആൾക്ക് അനുഗ്രഹിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കാണുന്ന ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് അവരുടെ ഹെൽപ്ലെസ്നെസ്സിൽ കരയും ദൈവത്തോട്, ദൈവമേ. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് സഹായിക്കാവുന്ന ഒരു പെരിഫരിയിലാണ് ആ കണ്ണീര് വീഴുന്നതെങ്കിൽ എഴുതിയേക്കുന്നത് പോലെ തന്നെ, അതായത് നമുക്ക് വിപരീതമായിരിക്കും. ആ ദരിദ്രന്റെ നിലവിളി നമുക്ക് വിപരീതമായിരിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എക്സോഡസ് 22 എടുക്കുമ്പോൾ എക്സോഡസ് 22 അത് വായിച്ചപ്പോ, പരദേശിയെ ഉപദ്രവിക്കുകയോ അയാളോട് അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അത് തന്നെ വായിച്ചു. ഈജിപ്തിൽ നിങ്ങളും പരദേശികളായിരുന്നുവല്ലോ. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. ശ്രദ്ധിക്കണേ, വിധവയെയോ അനാഥൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ വാക്ക് നടത്തുള്ളൂ. ഫാദർലെസ് എന്നൊക്കെ ഹെൽപ്ലെസ് ആയിട്ടുള്ള, നിരാശ്രയനായിട്ടുള്ള, സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു വ്യക്തി. വിധവയെയോ അനാഥനെയോ നിങ്ങൾ പീഡിപ്പിക്കരുത്. നിങ്ങൾ അവരെ പീഡിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ തീർച്ചയായും അവരുടെ നിലവിളി കേൾക്കും. എന്റെ കോപം ജ്വലിക്കും. ഞാൻ നിങ്ങളെ വാളുകൊണ്ട് കൊല്ലും. നിങ്ങളുടെ ഭാര്യമാർ വിധവകളും കുട്ടികൾ അനാഥരുമാകും. ഇത് നമ്മൾ നീതിമാനായിട്ടുള്ള വിധിയാളെന്ന ടോപ്പിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറക്കരുത്, ദൈവത്തിന്റെ വിധികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ വിധവ എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ് എന്നുള്ളൊരു അർത്ഥത്തിൽ. അതുകൊണ്ട് വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത ഒരാളെന്നുള്ള ജനറൽ മീനിങ് അല്ല. കാരണം നമ്മൾ ഫസ്റ്റ് തിമോത്തിയിൽ യഥാർത്ഥ വിധവയുടെ ക്വാളിറ്റീസ് എഴുതുന്നുണ്ട്. സോ ബിബ്ലിക്കൽ സെൻസിൽ വിധവ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ആരും ഇല്ലാത്തതെന്ന് കൂടി ഉള്ള ഒരു അർത്ഥത്തിനുണ്ട്. വിധവയും അനാഥൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ അല്ലെങ്കിൽ സഹായിക്കാൻ ആരും ഇല്ലാത്ത ആ ഒരു ആള്. അപ്പൊ അവരോട് ക്രൂരത കാണിച്ചാൽ, അവർ കരഞ്ഞാൽ ഗോഡിൽ പ്രതികാരം എന്റേതാകുന്നു, ഞാൻ പ്രതികാരം ചെയ്യും. ദാറ്റ്സ് വാട്ട് ബൈബിൾ പറയുന്നത്. എന്നിട്ട് നിങ്ങളെ വാളുകൊണ്ട് കൊല്ലും. നിങ്ങളുടെ ഭാര്യമാർ വിധവകളും കുട്ടികൾ അനാഥരുമാകും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ കെയർലെസ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആര് നമ്മുടെ കൺമുമ്പിൽ വരുന്നു, ആരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു, അവരുടെ നീഡിനെ കുറിച്ച് അറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ വായിച്ചു, അവരുടെ ഞാൻ തേടി പിടിച്ച് വായിച്ചില്ല. ഇപ്പൊ വായിച്ചില്ലേ? അതെ, 29. കാരണം നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. നാശത്തിന്റെ അതല്ല, ഹൃദയത്തെ കൊണ്ട് ഞാൻ ആനന്ദഗീതം ആലപിച്ചു. അതല്ല, സോറി, 30 അതിന്റെ സോറി, ഞാൻ ജോബ് പറയുന്ന തേടി പിടിച്ച്. അപ്പൊ ഇതില് എന്താണേലും അത്, അതായത് വേറെ പ്രോബ്സിൽ നമ്മൾ വായിച്ചു, ആവശ്യക്കാരനെ കണ്ടിട്ട് പോയി നാളെ വരുമെന്ന് നമ്മൾ പറയരുത്. ഈ 30 ജോബ് 30:25 ഒന്ന് വായിച്ചു. കഷ്ടകാലത്തിലായിരുന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലേ? അതെ, ദരിദ്രരെ കുറിച്ച് എന്റെ ഹൃദയം വേദനിച്ചിട്ടില്ലേ? അതെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. കഷ്ടകാലത്തിലായിരുന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലേ? കഷ്ടകാലത്തിലായിരുന്നവനെ ഞാൻ സഹായിച്ചെന്നുള്ളതല്ല. ഇതെല്ലാം ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ്. ഇത് എനിബഡി ക്യാൻ ഡു ഇറ്റ്. കഷ്ടകാലത്തിലായിരുന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലേ? ദരിദ്രരെ കുറിച്ച് എന്റെ ഹൃദയം വേദനിച്ചിട്ടില്ലേ? ഓക്കെ, ഇത് സഹായത്തെ കുറിച്ചല്ല, ഇത് കർത്താവിന്റെ ഹൃദയത്തെ കുറിച്ച്. ദരിദ്രനെ കുറിച്ച് എന്റെ ഹൃദയം വേദനിച്ചു, കഷ്ടകാലത്തിൽ ഇരുന്നവന് വേണ്ടി ഞാൻ കരഞ്ഞു. ഇതെല്ലാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ഇതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച പോയിട്ട് മറക്കരുത്, നീതിമാനായിട്ടുള്ള വിധിയാളൻ ആ ദൈവത്തിന്റെ വിധികളെ കുറിച്ച് നമ്മൾ വായിച്ചു. എക്സോഡസ് 22 ഒന്നോട് തിരികെ വരുമ്പോ ഒന്ന് വായിക്കുമ്പോ അതിന്റെ 25 തുടങ്ങി വായിക്കുമ്പോ, നിന്നോടൊപ്പമുള്ള എന്റെ ജനങ്ങളിൽ പാവപ്പെട്ടവന് പണം കടം കൊടുത്താൽ
ഉത്തമർണനെ പോലെ നീ പെരുമാറരുത്. അയാളോട് പലിശ വാങ്ങരുത്. അയൽക്കാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചു കൊടുക്കണം. അതുമാത്രമേ അയാൾക്ക് ശരീരം മറയ്ക്കാനുള്ളൂ. മറ്റെന്ത് പുതച്ച് അയാൾ ഉറങ്ങും? അയാൾ എന്നോട് നിലവിളിച്ചാൽ ഞാൻ അത് കേൾക്കും. ഞാൻ ദയാലുവാണ്. അപ്പൊ ഇതില് റീസൺ പറയുന്നത് എന്താ? അതായത് ഈ പണയം വാങ്ങിച്ചിട്ട് പൈസ കടം കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പണയം വാങ്ങിച്ചിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരികെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് പണയം തന്നെ പറയാൻ പറ്റത്തില്ല, അല്ലെ? പക്ഷെ ദൈവം പറയാം പണയം വാങ്ങിച്ചിട്ട് സോൾവ് ആയി, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാധനം തിരികെ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അവൻ രാത്രി തണുപ്പടിക്കും. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ദരിദ്രനായിട്ടുള്ളവൻ തണുപ്പ് സഹിക്കുന്നതില് വേദനിക്കുന്ന ഒരു ദൈവമാണ്. അറ്റ് ദി സെയിം ടൈം അപ്പൊ മറുചോദ്യം ചോദിക്കുക, എങ്കിൽ പിന്നെ ദൈവം എന്തിനീ പവേർട്ടി വെച്ചു? പവേർട്ടി വെച്ചിരിക്കുന്നത് അത് വേറൊരാളുടെ കയ്യിൽ ആ പവേർട്ടിയെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനുള്ള സാധനവും കൂടി ദൈവം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു സീ ഹൗ യു ആർ ബിഹേവിങ്. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ് സൂര്യാസ്തമയത്തിന് മുമ്പ് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ അത് മാത്രമേ അയാൾക്ക് ശരീരം മറിക്കാനുള്ളൂ. മറ്റെന്ത് പുതച്ച് അയാൾ ഉറങ്ങും. അയാൾ എന്നോട് നിലവിളിച്ചാൽ ഞാൻ ദയാലുവാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ മുഖാന്തരം ദരിദ്രനായിട്ട് സമ്പന്നനായിട്ട് ആരുമായിട്ട് നമ്മൾ മുഖാന്തരം വേറൊരാൾ കരയാനിടയായിട്ടുണ്ടെങ്കിൽ അതൊരു റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് അവിടെ കിടക്കും. അത് പോകത്തില്ല സാധനം. അത് അത്ര ഹൃദയവേദനയോടുകൂടി നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചാൽ, പത്രോസ് ശിമയോട് പറഞ്ഞതേ പറയാൻ പറ്റൂ, ഒരു പക്ഷേ നമുക്കൊരു ഉറപ്പില്ല കാര്യത്തിൽ. കാരണം അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അതിസൂക്ഷ്മതയോടെ ജീവിക്കുന്നത്. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എസ്പെഷ്യലി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നമ്മൾ അതിസൂക്ഷ്മതയോടെ ജീവിച്ച് നമ്മുടെ ഒരു പ്രവൃത്തി മുഖാന്തരം വേറൊരാൾ വേദനിക്കാനും സന്തോഷിക്കാൻ ഇടയായിട്ട് എല്ലാം ദൈവം സന്തോഷിക്കും. നമുക്ക് അറിയാവുന്ന കാര്യം, ആദാം പാപം ചെയ്തു, ദൈവം അവരെ ശപിച്ചില്ല. ദൈവം ഭൂമിയെ ശപിച്ചു, സർപ്പത്തെ ശപിച്ചു, ഇതെല്ലാം ശപിച്ചു. പക്ഷെ ആദത്തെ അവൻ ദൈവം ശപിച്ചില്ല. അറ്റ് ദി സെയിം ടൈം കായൻ ആബേലിനെ കൊന്നപ്പോ ദൈവം കായനെ ശപിച്ചു. അപ്പൊ നമ്മള് വേറൊരു വ്യക്തിയോട് ഉപദ്രവം ചെയ്യുന്നത് ദൈവത്തിനെതിരെയുള്ള പാപത്തെക്കാൾ സീരിയസ് ആണ് സഹസൃഷ്ടിയോടുള്ള പാപം. ആദവൻ ദൈവത്തിനെതിരെ പാപം ചെയ്തത്, പക്ഷെ ദൈവം അത് ടോളറേറ്റ് ചെയ്തു. വെറുതെ വിട്ടെന്നല്ല, ദൈവം ശപിച്ചില്ല അവരെ. പക്ഷെ കായൻ ആബേലിനെ കൊന്നപ്പോ ദൈവം കായനെ ശപിച്ചു. നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരോടുള്ള ബിഹേവിയറിൽ എന്തെങ്കിലും പിഴ പറ്റാതിരിക്കാൻ സൂക്ഷിക്കണം. പിഴ പറ്റിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി, പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഇതില് ഞാൻ റീസൺ പറയുന്നത്, ഞാൻ ദയാലുവാണ്. അപ്പൊ കർത്താവിന്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. 3 ദിവസം കർത്താവിന്റെ പ്രസംഗം കേട്ട് പുറകെ വന്ന ആൾക്കാരെ കുറിച്ച് കർത്താവ് അപ്പസ്തലന്മാരോട് പറഞ്ഞു, അവരെ മടക്കി അയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ദാറ്റ് ഈസ് ദി ഹാർട്ട് ഓഫ് ദി ലോർഡ്. നമുക്ക് ആ ഹാർട്ട് ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. അതെയോ നമ്മൾ ബൈബിൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മനസ്സുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ മതി. കർത്താവ് പറയാണ്, അതായത് പുതപ്പ് വാങ്ങി തിരികെ കൊടുക്കണം. ഞാൻ ദയാലുവാണ്. നിങ്ങൾ ഒരു നാൾ ഈജിപ്തിലായിരുന്നുള്ള കാര്യം മറക്കരുത്. പലപ്പോഴും ആൾക്കാർ ഒരു നാൾ ഈജിപ്തിലായിരുന്നു എന്നുള്ള കാര്യം മറക്കുന്നവരാ പുതിയ മനുഷ്യര്. അറ്റ് ദി സെയിം ടൈം കർത്താവ് പറഞ്ഞ് എനിക്ക് അവരെ മടക്കി അയക്കാൻ മനസ്സ് വരുന്നില്ല. ദെൻ ലേവ്യ പുസ്തകം 19 അധ്യായം എടുക്കുമ്പോൾ എൻ്റെ 9ാം സെന്റൻസ് വായിക്കുമ്പോൾ, വയലിലെ വിളവെടുക്കുമ്പോൾ അരികു പറ്റെ കൊയ്യരുത്. കൊയ്ത്തിന് ശേഷം നിങ്ങൾ കാലാ പെറുക്കുകയും അരുത്. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിപ്പഴങ്ങൾ തീർത്ത് പറിക്കരുത്. ഒഴിഞ്ഞു വീണവ പെറുക്കിയെടുക്കുകയും അരുത്. ദരിദ്രർക്കും പ്രവാസികൾക്കും അവ വിട്ടുകൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. അതെ, നോക്ക്, നിയമത്തിലെല്ലാം ദൈവം പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ ഇത്. വയലിലെ വിളവ് എടുക്കുമ്പോൾ അരികു പറ്റ കൊയ്യരുത്. കൊയ്ത്തിന് ശേഷം നിങ്ങൾ കാലാ പെറുക്കുകയും അരുത്. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിപ്പഴങ്ങൾ തീർത്ത് പറിക്കരുത്. ഒഴിഞ്ഞു വീണവ പെറുക്കിയെടുക്കുകയും അരുത്. ദരിദ്രർക്കും പ്രവാസികൾക്കും അവ വിട്ടുകൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നമ്മുടെ പൈസയോടുള്ള ഡീലിംഗ് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ഉദാര മനസ്കനാണോ? ഉദാര മനസ്കന്റെ ഓപ്പോസിറ്റ് എന്താ? അതെ, പിശുക്കൻ. അപ്പൊ ഇതിൽ നമ്മളെ കുറിച്ച് ആർക്കും ആരുടെ ഡീലിംഗ് അറിയത്തില്ല. കാരണം നമ്മൾ ഈ സാമ്പത്തിക കാര്യങ്ങൾക്ക് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള എക്സ്പോസ്ഡ് ഡീലിങ്സ് ഇല്ല. അപ്പൊ നമ്മളെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിമണി എങ്ങനെയാണ്? ഞാൻ ബാബുവിനോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ബാബുവിന് ഉദ്ദേശിച്ചല്ല കേട്ടോ. ബാബുവിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എങ്ങനെയാ? ബാബു പിശുക്കനാണ്, ഉദാഹരണമാണ്?
നീ ഷെറിനോടും കൂടെ ചോദിക്കാണ്. ഷെറിന് എങ്ങനെ പിശുക്കുത്തിയാണോ അത് ഉദാരയാണ്? അല്ലല്ല ഷെറിൻ എങ്ങനെയാ ഷെറിൻ? സോ ഈ Proverbs 11:25 വായിക്കുമ്പോ ഇരുപത്തിനാല് തുടങ്ങി 24-25 വായിക്കുമ്പോ ഒരുവൻ ലോഭമില്ലാതെ കൊടുക്കുന്നു. ലാഭമില്ലാതെ അല്ല, ലോഭമില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ഇപ്പം ശരി, ഇപ്പൊ ഒരു 67 രൂപയുടെ ആവശ്യത്തിനായിട്ട് ഒരാൾ വന്നാല് 65 കൊടുത്തിട്ട് 2 രൂപ എവിടെയെങ്കിലും ഒക്കെ കാണും, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്. വേറൊരാളാണ് 67 ചോദിച്ചു വന്നാൽ 70 കൊടുക്കുന്നവരാണ്, 80 കൊടുക്കുന്നവരാണ്, 100 കൊടുക്കുന്നവരാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഉദാര മനസ്സ്. അപ്പൊ അതില് ഒരുവൻ ലോഭമില്ലാതെ കൊടുക്കുന്നു. വായിച്ചു. എന്നിട്ടും കൂടുതൽ ധനികനാകുന്നു, മറ്റൊരാളോ കൊടുക്കേണ്ടതും പിടിച്ചു വെക്കുന്നു, എന്നിട്ടും ഇല്ലായ്മ തന്നെ. ഉദാരനായ മനുഷ്യൻ സമ്പന്നനാകുന്നു, വെള്ളം ഒഴിക്കുന്നവന് വെള്ളം കിട്ടും. മതി. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നേ, അതായത് ലോകത്തിലെ പ്രിൻസിപ്പിളും ദൈവത്തിന്റെ പ്രിൻസിപ്പിളും ടോട്ടലി ഡിഫറെന്റാണ്. ഇപ്പൊ ലോകത്തില് ഉള്ള ഒരു പ്രിൻസിപ്പിളില് ലോഭമില്ലാതെ എല്ലാം ഉള്ളതെല്ലാം വാരിക്കോരി കൊടുത്തിട്ട് അവന്റെ കയ്യിലുള്ളത് തീർന്നു പോകുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ ചെയ്യുന്നതെങ്കിൽ അവൻ ലോഭമില്ലാതെ കൊടുക്കുന്നു, എന്നിട്ടും കൂടുതൽ ധനികനാകുന്നു. കർത്താവ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ലൂക്ക് 6:38 വായിക്കുമ്പോൾ പൗലോസ് തന്നെ വായിക്കും. ലൂക്കോസ് 6:38 വായിക്കുമ്പോ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അല്ല അതുകൊണ്ട് ആ സെന്റൻസിൽ സ്റ്റാർട്ടിങ് എന്നാൽ നിങ്ങളോട് നൽകൂ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കുലുക്കി ബാബു വായിച്ചതില് നൽകൂ എന്നുള്ളത് പറഞ്ഞില്ല, കിട്ടുന്ന കാര്യം മാത്രം വായിച്ചു. വായിച്ചോ. വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റം വിധിക്കരുത്, എന്നാൽ നിങ്ങളിലും കുറ്റം വിധിക്കപ്പെടുകയില്ല. ക്ഷമിക്കുക, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടും. നൽകുക, എന്നാൽ നിങ്ങൾക്കും കിട്ടും. കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവിൽ നിങ്ങളുടെ മടിയിലേക്ക് അളന്നിടും. ഇടുന്നവനാരെ ദൈവം. അപ്പൊ നമ്മള് നോക്കാം, നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോ നമ്മള് ഈ അച്ചാറ് വിളമ്പുന്ന സ്പൂൺ കൊണ്ട് കൊടുക്കും. ഇങ്ങോട്ട് നമുക്ക് കിട്ടേണ്ടതോ അത് കിട്ടില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന അതേ അളവിൽ നമുക്ക് കിട്ടുള്ളൂ. അതേ അളവിലല്ല, അതിൽ കൂടുതലായിട്ട് വാരിക്കോരി ദൈവം തരും. പലപ്പോഴും നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള ഫിനാൻഷ്യൽ ക്രൈസിസിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ ഒരു പക്ഷേ ഒരു റീസൺ നമ്മൾ ഉദാര മനസ്കരല്ലാത്തതുകൊണ്ടായിരിക്കും. കൊടുക്കുന്നിടത്ത് ഭയങ്കര സ്റ്റിഞ്ചി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിരിക്കും. ഒരു പൈസ പോയാൽ അതിനെക്കുറിച്ച് ചിന്തയായിരിക്കും. കാരണം ഈ ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ദൈവം ആരാ? എല്ലാവരും അവനവന്റെ ദൈവത്തോട് ലോയലായിരിക്കും. എല്ലാവരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. കാരണം വേറൊരു ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് ഗ്രാജുവലി ഉണ്ടായി വരും. 115 സങ്കീർത്തനം എടുക്കുമ്പോൾ അതിന് 3 മണിക്ക് വായിക്കുമ്പോ 115 3. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്. അപ്പൊ കമ്പാരിസൺ ആണ്. നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ദൈവം ചെയ്യും. ആരോടും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ സുപ്രീം സോവറിൻ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്തതിനെ കുറിച്ച് കർത്താവിന് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടെ ചെയ്യുന്നു. എന്നാൽ അവരുടെ വിഗ്രഹങ്ങൾ, അതായത് കർത്താവായ ത്രിയേക ദൈവം, ബൈബിളിലെ ദൈവം അല്ലാതെയുള്ള ദൈവങ്ങൾ, അത് എന്താ പറയുക, ചാവറ കുര്യാക്കോസ് ഏലിയാസത്തിനോ മറ്റേ പരുമല തിരുമേനിയോ മാതാവോ യൗസേ പിതാവോ, ഇതെല്ലാം ഓരോ ദൈവങ്ങളാണ്. അപ്പൊ ഇതെല്ലാം അതെല്ലാം ഇതിന്റെ റെപ്രസെന്റേറ്റീവ്സാ. അവരുടെ വിഗ്രഹങ്ങളല്ല, ഇങ്ങനെയുള്ള ദൈവങ്ങളെല്ലാം വെള്ളിയും സ്വർണ്ണവുമാണ്. മനുഷ്യകരങ്ങളുടെ സൃഷ്ടികൾ, അവയ്ക്ക് വായുണ്ട് പക്ഷേ സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷേ കാണുന്നില്ല, കാതുണ്ട് പക്ഷേ കേൾക്കുന്നില്ല, മൂക്കുണ്ട് പക്ഷേ മണത്തറിയുന്നില്ല, കൈയുണ്ട് പക്ഷേ സ്പർശിക്കുന്നില്ല, കാലുണ്ട് പക്ഷേ നടക്കുന്നില്ല. അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരമേ പുറപ്പെടുന്നില്ല. അവയെ നിർമ്മിക്കുന്നവരും അവയെ പോലെയാണ്, അവയിൽ ആശ്രയം അർപ്പിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ അതിൽ പറഞ്ഞ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു മനുഷ്യൻ
താൻ സേവിക്കുന്ന ദൈവത്തെ പോലെ ആയിത്തീരും ഗ്രാജുവലി. അതാണല്ലോ തൻ്റെ ആദ്യ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നമ്മൾ വായിക്കുന്നില്ലേ? സഹോദരൻ ആദിജാതരെ പോലെ അവനെ പോലെ പുത്രന്റെ സ്വരൂപത്തോട് നാം താതാത്മ്യപ്പെടാൻ വേണ്ടി ആ ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കും തോറും കർത്താവിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടായി വരും. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ കർത്താവിന്റെ മനസ്സലിവ്, കർത്താവിന്റെ കരുണ, എനിക്ക് അവരെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല, ഞാൻ ദയാലുവാണ്, കർത്താവിന്റെ ദയാ, കരുണ, ഉദാര മനസ്കത. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത് അവസാനം മീൻ ഒടിച്ച് വിളമ്പി കൊടുക്കുകയാണ് ഇത് പോകും. സർപ്ലസ് യോസ് ലാവിഷ്. 1 തിമോത്തി 6:17 നമ്മൾ വായിക്കുന്നു, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം വളരെ ഉദാരമായിട്ട് നൽകുന്ന ദൈവം. എല്ലാം വളരെ ഉദാരമായിട്ട് ദൈവം സന്തോഷത്തിന് വേണ്ടി നൽകിയാലും അത് അനുഭവിക്കില്ലാത്ത മനുഷ്യരുണ്ട്. അതിന് ദൈവം ഉത്തരവാദിയല്ല. ഇല്ലേ? ചില ആൾക്കാരില്ലേ എല്ലാം ദൈവം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഈ ഗുജറാത്തിലുള്ള സിന്ധികളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് കൂടുതൽ അറിയില്ല. ദേ ആർ ഓൾ വെരി റിച്ച്, പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ്. കാരണം അവര് സ്വന്തമായിട്ട് വീട് വയ്ക്കില്ല, അവര് എന്താ പറയുന്നത്, ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കത്തില്ല, ചപ്പാത്തി മുളകും കടിച്ചു കൂട്ടി അവർക്ക്. ഒരിക്കലും അവരുടെ എൻജോയ്മെന്റ്, നമ്മൾ പറഞ്ഞ പോലെ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ പൈസ സ്വരൂപിച്ച് വെക്കുന്നില്ല, അത് എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ദൈവം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വളരെ ഉദാരമായിട്ട് നൽകുന്ന ദൈവം നാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് ഇത് നമ്മൾ മറക്കരുത്. അവയെ നിർമ്മിക്കുന്നവരും അവയെ പോലെയാണ്, അവയിൽ ആശ്രയം അർപ്പിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ആശ്രയം അർപ്പിക്കുന്ന ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് വരും. പ്രോവേർബ്സ് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വിജ്ഞാനിയുടെ സഹചരൻ വിജ്ഞാനിയായി തീരും. അപ്പൊ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെയാണോ സ്നേഹിക്കുന്നത് അല്ലേ എന്നുള്ള വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ രക്ഷിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ പിശുക്കനായിരിക്കും, പിശുക്ക് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഉദാര മനസ്കനായിരിക്കില്ല രക്ഷിക്കപ്പെടുമ്പോൾ ഉദാര മനസ്കനാകുന്നുണ്ടോ, അല്ലെ ദരിദ്രരോടുള്ള ആറ്റിറ്റ്യൂഡ് രക്ഷിക്കപ്പെടുമ്പോൾ ഇതൊന്നും നമുക്കൊരു സൽസ്വഭാവം ഇല്ല. നമ്മളെല്ലാം ആദാമിന്റെ സന്തതികളാണ്. എന്നാൽ ആസ് ദി ഡേയ്സ് ഗോസ് അഹെഡ് നമ്മുടെ ചെലവ് ചുരുക്കി മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഹൃദയം, അല്ലെങ്കിൽ ദരിദ്രന് കൊടുക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കാനുള്ള ഏക മെത്തേഡ് ദരിദ്രന് കൊടുക്കുന്നതാണ്, കർത്താവിന് കടം കൊടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേവിക്കുന്ന ദൈവം വേറെ ആയതുകൊണ്ടാണ്. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്ക് ഗ്രാജുവലി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സം ടോട്ടലായിട്ട് ഈ ജെറമിയ 22:16 ദൈവത്തെ അറിയുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാനിൽ വായിക്കുന്നുണ്ട്, ഏക സത്യദൈവമായ നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഈ ജെറമിയ 22:16 അയാൾ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും നീതി നൽകി, അത് ശുഭകരവുമായി. ഇതല്ലേ എന്നെ അറിയുക എന്നത്, കർത്താവാണ് ഇതരുൾ ചെയ്യുന്നത്. അതെ, അപ്പൊ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും നീതി നൽകി. നമ്മൾ ചിന്തിച്ചതാണ്, ഇശായുടെ കുറ്റിയിൽ ഒരു മുള പൊട്ടി, ആ മുള ദരിദ്രർക്ക് നീതി കൊടുക്കുന്നു. ഇവിടെ എഴുതിയേക്കുന്നത് ദരിദ്രർക്ക് നീതി നൽകി, ഇതല്ലേ ദൈവത്തെ അറിയുക എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വേദനിക്കുന്ന ഒരു ദരിദ്രനെ, കഷ്ടത്തിലിരിക്കുന്ന ഒരാളെ കണ്ടിട്ട് എൻ്റെ ഹൃദയം വേദനിച്ചെന്നാ ജോബ് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നില്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം ബൈബിളിലെ ദൈവമല്ല. കാരണം ഐ ആം കമ്പാഷനേറ്റ്, ഞാൻ മനസ്സലിവുള്ളവനാണ് കർത്താവ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അതേഴ്സ്, പൂവേഴ്സ്. നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പൗലോസ് സ്വർഗീയ ദർശനങ്ങളിലൂടെയാണ് പൗലോസിന് സുവിശേഷം കിട്ടിയത്. അതിനുശേഷം ഇതിനെ ഒന്ന് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ജെറുസലേമിലെ അപ്പസ്തലന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ ഇതെല്ലാം പ്രസംഗം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാര്യം ട്രൈ ടു ആഡ് ചെയ്ത് ദരിദ്രരെ ഗവനിക്കണം. പൗലോസ് പറയാണ്, എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓൾറെഡി ശ്രദ്ധയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അപ്പസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു, അവർക്ക് എവിടെ നിന്ന് കിട്ടി? കർത്താവിൽ നിന്ന് കിട്ടിയത്. നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യ അത്താഴ സമയത്ത് യുവദാസിനോട് പറയുന്നുണ്ട്, നീ ചെയ്യേണ്ടത് വേഗം ചെയ്യുക. അപ്പൊ കേട്ടവർക്ക് മനസ്സിലായത് കർത്താവിന്റെ പണസഞ്ചി 2 പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. 1 ആവശ്യമുള്ളത് വാങ്ങിക്കാനും, 2 ദരിദ്രരെ സഹായിക്കാനും. നമ്മുടെ പണസഞ്ചിയും ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നതാണ് എങ്കിൽ നമ്മൾ കർത്താവിന്റെ ഹൃദയമുള്ളവരാ. അല്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയം നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന് കറക്റ്റായിട്ട് അറിയായിരിക്കും. അതായത് 1 കൊരിന്തോസ് 2:16 എഴുതിയിട്ടുണ്ട്, നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ജെറുസലേമിലെ വേദപണ്ഡിതർക്ക് അറിയാമെങ്കിൽ ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കും, കാരണം മീഖ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ ക്രിസ്തുവിനെ കണ്ടെത്താത്തതുപോലെ തന്നെ നമ്മുടെ പണസഞ്ചി റൈറ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ
ഈ എഴുതിയിരിക്കുന്ന ലിറ്ററൽ നോളജേ നമുക്ക് കാണത്തുള്ളൂ, നമുക്കൊന്നും കാണത്തില്ല ജീവിതത്തിൽ. അപ്പൊ ഇത് നമ്മൾ ജനറലായിട്ട് ഈശോയുടെ കുറ്റി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ജനറലായിട്ട് ചിന്തിച്ചപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വീണ്ടും യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്ന ഇതിന്റെ അവകാശികൾ, അല്ലെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് യാക്കോബ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഭൂമിയിലെ ദരിദ്രരെയും പാവപ്പെട്ടവരെയും അല്ല. ആലോചിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരാള് പാവപ്പെട്ടവനായതുകൊണ്ട് നിത്യതയിൽ നമ്മളെക്കാൾ മോശക്കാരാകും. എന്നോ എന്താണേലും ഇവിടുത്തെ കഷ്ടത്തിന്, അതായത് ദൈവം ഗോഡ് ഗീവൺ സിറ്റുവേഷൻസ്, അതിന് ദൈവം കോമ്പൻസേറ്റ് ചെയ്യാതിരിക്കില്ല. കാരണം നമ്മളാരും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ജനിച്ചതല്ല. ബൈ വെർച്യൂ ഓഫ് ബർത്ത് നമ്മൾ ഓരോ സ്ഥലത്തുണ്ടായി. അപ്പൊ അങ്ങനെ ബൈ വെർച്യൂ ഓഫ് ബർത്ത് ഉണ്ടായേക്കുന്ന ഉച്ചനീചത്വങ്ങളെ തീർച്ചയായിട്ടും നീതിമാനായിട്ടുള്ള ദൈവം അന്ത്യവിധിയിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അന്ന് ഭൂമിയിലെ സമ്പന്നര് തീർച്ചയായിട്ടും വിലപിക്കും, ദൈവമേ ഞങ്ങൾ ഭൂമിയിൽ ദരിദ്രരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ധനവാന്റെയും ലാസറിന്റെയും കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ദരിദ്രനായിരുന്ന ലാസർ അവിടെ ധനവാനായി, ഇവിടെ സമ്പന്നനായിരുന്ന സമ്പന്നൻ അവിടെ ദരിദ്രനായി. അവിടെ കേണപേക്ഷിക്കുന്ന നമ്മൾ കാണുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന സമ്പന്നനെയാണ് സ്വർഗത്തിൽ കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയെ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നു എങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവരാ. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനിക്കുന്നു. അതായത് ഭൂമിയിലെ അനുഗ്രഹത്തെ കുറിച്ച് അഭിമാനിക്കുന്നു. ദൈവം എനിക്ക് അത് തന്നു, ഇത് തന്നു, ഞാൻ കർത്താവിലേക്ക് വന്നപ്പോൾ എനിക്ക് അതില്ലായിരുന്നു, ഇപ്പം അതുണ്ട്. അതായത് ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അഭിമാനിക്കുന്നവരെ കുറിച്ച് ദൈവത്തെ പൗലോസ് പറയുന്ന നിറകണ്ണുകളോടെ ഞാൻ പറയുന്നു. അതായത് അവരുടെ ദൈവം വയറാണെന്ന് പറഞ്ഞ മീൻസ് എർത്തിലി തിങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത് പറയാം ഒരു ക്വിസാണ്. അല്ല, ഈ ഇങ്ങനെ ഈ ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നുന്നവരുടെ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവരുടെ ഫിലിപ്പിയ ലേഖനം 3 അത് നമ്മൾ മറക്കരുത്. നമ്മൾ ലോകത്ത് കേൾക്കുന്ന സാക്ഷി മുഴുവൻ അതായിരുന്നു. ആ ദൈവം അനുഗ്രഹിച്ചു, കടം വീട്ടി, വലിയ പൈസ ഉണ്ടാക്കി തന്നു, വീട് വെച്ച് തന്നു, അല്ലെങ്കിൽ ആകാശത്തേക്ക് പറപ്പിച്ചുകൊണ്ട് പോയി. ഈ സാക്ഷ്യങ്ങൾ അതായത് ഭൗമിക വസ്തുക്കളിൽ, കാരണം ഈ ഭൗമിക വസ്തുക്കളിൽ മനസ്സ് ഊന്നിയേക്കുന്നത് കൊണ്ടാണ് അത് കിട്ടുമ്പോൾ സന്തോഷം വരുന്നത്. പക്ഷേ കർത്താവിൽ മനസ്സ് ഊന്നിയേക്കുന്ന ഒരു മനുഷ്യന് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ എന്ത് പറയും? ഹെബ്രായ വിശ്വാസികളുടെ ഭൗതിക സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ അവര് സന്തോഷിക്കുകയത്. ഇന്നത്തെ വിശ്വാസിനെ നമുക്കത് കിട്ടത്തില്ല. അപ്പൊ ഫിലിപ്പിയ ലേഖനം 3 വായിച്ചു. ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. നമ്മളാകട്ടെ സ്വർഗത്തിലെ പൗരന്മാരാണ്. അവിടെ നിന്ന് വരുന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തന്റെ ശക്തി. അല്ല അതില് അല്ല ബാബു വായിച്ചു. ബാബു അതിന്റെ 17 തുടങ്ങി വായിക്കുമ്പോ 17 തുടങ്ങി വായിച്ചു. എന്നാലത് സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും ബൈബിളിൽ ഓൾമോസ്റ്റ് എവരിവെയർ കമ്പാരിസൺസാ. അപ്പൊ അവിടെയുണ്ട് വിശ്വാസികൾ തന്നെ 2 കൂട്ടരും. കാരണം പൗലോസ് പറയാണ് ഞങ്ങളെ അനുകരിക്കുക, അതായത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്ന പലരുമുണ്ട്. അവരെ പറ്റി പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിറകണ്ണുകളോടെ ഇപ്പോഴും ഞാൻ പറയുന്നു, അവരുടെ എന്നിട്ടാണ് അവരുടെ ക്യാരക്ടർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ദൈവം വയറാണ്, ഭൗമിക വസ്തുക്കളിൽ മനസ്സൂന്നി ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പം അവരുടെ മനസ്സെവിടെയാ? ഭൂമിയില്ല. എന്നിട്ട് വീണ്ടും കമ്പാരിസൺ ആണ്. പക്ഷെ നമ്മുടെ മനസ്സെവിടെയാ? കാരണം അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തില. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് ഈ ഭൂമിയിലെ കാര്യങ്ങളിലും ആണ് എങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാ? ഭൂമിയില്ല. അപ്പൊ അങ്ങനെ മനസ്സ് ഭൂമിയിലാണെങ്കിൽ നമ്മുടെ സാക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കും? ഭൂമിയിലെ അച്ചീവ്മെന്റ്സ് ആയിരിക്കും. നമുക്ക് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതുണ്ടായത്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതുണ്ടായത്. നമുക്ക് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു, കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടാവും? ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് അത് ദാറ്റ് ഈസ് എ ടെസ്റ്റിമണി. അങ്ങനെ ഒരു ടെസ്റ്റിമണി ഉള്ളൊരു കൂട്ടരുണ്ട്. പൗലോസിന്റെ ടെസ്റ്റിമണി ഉള്ളൊരു കൂട്ടരുണ്ട്. പൗലോസിന് എന്താ പറഞ്ഞിരിക്കുന്നത്? പൗലോസിന്റെ ടെസ്റ്റിമണി നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ വായിക്കുന്നുണ്ട്. ഇന്ന് വരെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരാണ് ഞങ്ങൾ, പാർപ്പിടം ഇല്ലാത്തവരാണ്.
ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് അധ്വാനിക്കുന്നു, ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ നിരയിലാണ് ദൈവം നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കൊറിന്തോസുകാരെ, നിങ്ങൾക്ക് അനേക ഉപദേശികളുണ്ടാവും, പക്ഷേ ക്രിസ്തു യേശു നിങ്ങൾക്ക് ആത്മീയ ജന്മം നൽകിയത് ഞങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ, ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളത് പൗലോസ് പറഞ്ഞിരിക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്യണം? അത് ഇഷ്ടമാണ് ബാബു, ഇഷ്ടമാണ്. ഇന്ന് വരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ഇന്ന് വരെ ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരാണ്, പാർപ്പിടം ഇല്ലാത്തവരാണ്, പിന്നെ ലോകത്തിന്റെ ചപ്പും ചവറുമായിട്ട് ഞങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നു. ഇഷ്ടമാണ് ഇതൊക്കെ. ആണ് ബാബുവാണ് യഥാർത്ഥ ഒരു ആത്മീയനെ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് പലർക്കും ഇഷ്ടമല്ല ഈ പരിപാടിയൊന്നും. ചെറിന് ഇഷ്ടമാണ് ഇതൊക്കെ, ചെറിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചത് നീതിമാനായിട്ടുള്ള ഒരു വിധിയാണ്. ഇതെല്ലാം നോക്കിയിട്ട് ദൈവത്തിന്റെ വിധി, മനുഷ്യനുള്ള ഡീലിങ്സ്. അപ്പൊ ദരിദ്രമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് യാക്കോബ് പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാന്നാ? ആരെയാ? ഭൂമിയിലെ. അപ്പൊ ഭൂമിയിൽ ദരിദ്രനായിട്ട് ജനിച്ച സ്വർഗം ഉറപ്പാണ്. അപ്പൊ അതിൽ അങ്ങനെ എഴുതി, വിശ്വാസത്തിൽ സമ്പന്നരും ദരിദ്രരായിരിക്കുന്നു. വായിച്ചു ഈ യാക്കോബിന്റെ ലേഖനം. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനൊന്നും ദൈവം വെച്ചിട്ടില്ല. ദരിദ്രനായാലും സമ്പന്നനായാലും ദൈവത്തിന്റെ മുമ്പില് ഒന്നുമില്ല. യാക്കോബ് 2:5 നോക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കൂ, വിശ്വാസത്തിൽ സമ്പന്നരും. എനിക്ക് ഇവര് ദരിദ്രരാണ്, പക്ഷെ അവര് ഒരു കാര്യത്തിൽ നിശ്ചയമാണ്, വിശ്വാസത്തിൽ സമ്പന്നരും. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അവകാശികളുമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? കണ്ടോ? അപ്പൊ അവരെങ്ങനെയാ? ശരിക്കും പറഞ്ഞാല് ലോകത്തിന്റെ മുമ്പിൽ അവർ പാവപ്പെട്ടവരാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെയാ? അവര് സമ്പന്നരാണ്. ഞാൻ ഈ പാരാഫ്രൈസ് നിന്ന് വായിക്കാം. യാക്കോബ് 2:5 എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ലിസൺ ടു മീ ഡിയർ ബ്രദേഴ്സ്, ഗോഡ് ഹാസ് ചോസൺ poor people to be rich in faith, and the kingdom of heaven is theirs, for that is the gift of God has promised to all those who love him. അപ്പൊ ഇതില് there is a relation between the richness in faith and your physical wealth. അതൊരു യാഥാർത്ഥ്യം. നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ അധികം പ്രാർത്ഥിക്കാറും ദൈവത്തിൽ ആശ്രയിക്കാറുണ്ടോ? ജനറലി, ടു ബി ഫ്രാങ്ക്, ഇല്ല. അതേസമയം നമുക്കൊരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാനുള്ള ഒരു വഴി, അതുകൊണ്ട് അങ്ങനെ വിശ്വാസം വർദ്ധിച്ചോളണമെന്നല്ല, ഒരു വഴി അതാണ്. നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കത്തുള്ളൂ. നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ ആശ്രയമായിരിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ഭാഗ്യവാൻ. നമ്മൾ ലോകത്തിലെ പലതും നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. ദൈവം പാതി, മനുഷ്യൻ പാതി. അതായത് യഹോവയിൽ ആശ്രയിക്കുകയും, നമ്മളെല്ലാം യഹോവയിൽ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ യഹോവ തന്നെ ആശ്രയമാണോ എന്നുള്ള കാര്യം നമ്മൾ ജഡ്ജ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നവരാ അല്ലെ? നമ്മളെല്ലാം കർത്താവിൽ സന്തോഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഷാജ, കർത്താവിൽ സന്തോഷിക്കാത്തവരാണോ നമ്മൾ? വി ആർ ഓൾ റിജോയ്സിങ് ഇൻ ദി ലോർഡ്. പക്ഷെ പറയും നമ്മളൊക്കെ കർത്താവിൽ സന്തോഷിക്കുന്നവരാ. ഈ Psalms 73:25 നമ്മൾ വായിച്ചേക്കും. ഇതെല്ലാം ഇങ്ങനെ ബൈബിളിൽ വ്യത്യാസങ്ങളുണ്ട്. യഹോവയിൽ ആശ്രയം, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളെല്ലാം കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. Psalms 73:25 സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണോ? അതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ആയിക്കൊണ്ടിരുന്നാൽ യു ആർ പെർഫെക്റ്റ്. അങ്ങനെയാ ശരിക്കും ക്രിസ്തീയ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റാണ്. അല്ല, പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആരും ആയിത്തീരില്ല. നോ, അത് ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. അത് അൾട്ടിമേറ്റ്. ആരും ആയിട്ടില്ല, പിന്നെ ഇപ്പം നമ്മളാവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം ആകാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ വി ആർ പെർഫെക്റ്റാ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ബൈബിളിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കണ്ടീഷനിൽ എത്തി എന്നുള്ളതല്ല. അത് നമ്മൾ എയിം വെച്ച് സിൻസിയർ ആയിട്ട് അത് ഡിസയർ ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ ഓൾ പെർഫെക്റ്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ
സ്വർഗത്തിൽ നീ അല്ലാതെ മറ്റാരുമില്ല, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും കൊതിക്കുന്നില്ല. ഈ ദൈവത്തിന്റെ ഈ ജഡ്ജ്മെന്റ്, നീതിമാനായിട്ടുള്ള വിധിയാളിന്റെ മേജർ ജഡ്ജ്മെന്റ്സ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. വി ഓൾ നോ. നോഹിന്റെ കാലത്ത് ദൈവം ജഡ്ജ് ചെയ്തു, ഭൂമിയിൽ പാപം നിറഞ്ഞപ്പോൾ അതൊരു കോമ്പോസിറ്റ് ജഡ്ജ്മെന്റ് ആയിരുന്നു, ലോകത്തെ മുഴുവൻ ന്യായം വിധിച്ചു. അപ്പൊ അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, പാപം നിറഞ്ഞപ്പോൾ, അപ്പം ഭൂമിയിൽ മുഴുവൻ പാപം നിറഞ്ഞപ്പോൾ മുഴുവനെ നശിപ്പിച്ചു. സോദോം ഗൊമോറയിൽ പാപം നിറഞ്ഞപ്പോൾ അവിടെ മാത്രം നശിപ്പിച്ചു. അപ്പൊ ദൈവത്തിന് ഈ ഡീലിങ്സ് എല്ലാം ഉണ്ട്. അത് അങ്ങനെ നിൽക്കട്ടെ, ആ ദൈവം ചെയ്തോളൂ. ഇപ്പം ബാബിലോൺ എക്സൈലിന് മുമ്പ് ജെറമിയ ചാപ്റ്റർ 5:1 തുടങ്ങി വായിക്കുമ്പോൾ, ബാബു ഒന്ന് വായിക്കും. ജെറുസലേം വീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, നോക്കുക, മനസ്സിലാക്കുക. നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് അവളുടെ മൈതാനങ്ങളിൽ തിരയുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കും. മതി. അടുത്ത സെന്റൻസ് വായിച്ചു. ജീവനുള്ള കർത്താവാണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർ സത്യം ചെയ്യുന്നത് വ്യാജമായിട്ടാണ്. കർത്താവെ, നിന്റെ കണ്ണുകൾ സത്യമല്ലേ അന്വേഷിക്കുന്നത്. മതി. അപ്പൊ ദൈവം ഒന്ന് ആലോചിക്കും, ബാബിലോൺ എക്സൈലിന്റെ റീസൺ ഒന്ന് ആലോചിക്കുന്നത്. അതായത് ഈ ജെറുസലേമില് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ഇടയില് കർത്താവിനെ ട്രൂ ആയിട്ട് അന്വേഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ ദെർ വാസ് നോ ബാബിലോൺ എക്സൈൽ. ബാബിലോൺ എക്സൈൽ വരില്ലായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ജെറുസലേം വീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓടുക, ഒരു മനുഷ്യനെ അന്വേഷിക്കാനാണ്. നമുക്കപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതെല്ലാം കോമ്പോസിറ്റ് ജഡ്ജ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു നേഷനെ ജഡ്ജ്. ഇത് ദൈവത്തിന്റെ നീതിമാനായിട്ടുള്ള വിധിയാളുടെ വിധിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു മനുഷ്യനുണ്ടെങ്കിൽ വിധിക്കില്ല. അന്നത്തെ ധർമ്മചിതി ഒന്ന് ആലോചിച്ചു നോക്കി. ഇസ്രായേൽക്കാരാ, ദൈവത്തെ അറിഞ്ഞവരാ, യഹോവയെ സേവിക്കുന്നവരാ. അപ്പൊ ഇതിന്റെ എല്ലാ ഇടയിൽ എന്തുണ്ട്? ഈ ബാബിലോൺ എക്സൈലിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നത് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫാസ്റ്റിംഗ് പ്രയറാ, ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ജെറമിയ അവിടെ ചെന്നവരോട് പറയുന്നു. പക്ഷേ അവിടെ പറയുന്നത് എന്താ? സത്യത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പക്ഷെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആരും ഇല്ലായിരുന്നു. സോ ദെയർ വാസ് ബാബിലോൺ എക്സൈൽ. സോദോം ഗൊമോറ മുഴുവൻ നശിപ്പിച്ചു. അതിനുമുമ്പ് ദൈവം അബ്രാഹം സംവാദിക്കുന്നുണ്ട് ദൈവത്തോട്, ഇത്ര നീതിമാനുണ്ടെങ്കിൽ നശിപ്പിക്കും. ദൈവം പറഞ്ഞില്ല, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇനി വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയെ ഇല്ലാതായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ന്യായം വിധിക്കും. അപ്പൊ ഇൻഡിവിജ്വൽ ലെവൽസിലുള്ള വിധികൾ അതാണ് നമുക്ക് കൂടുതൽ പേഴ്സണലി നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ട്. കോമ്പോസിറ്റ് ജഡ്ജ്മെന്റ്സ് ആണ് ഇത്, ഇന്നും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു നാച്ചുറൽ കലാമിറ്റി ഹിറ്റ് ചെയ്ത് അനേകരും മരിക്കും, നമ്മുടെ ഹൃദയം വിലപിക്കും, നമുക്ക് വേദന വരണം. അറ്റ് ദി സെയിം ടൈം നമുക്കറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അപ്പൊ ദൈവം ഒരിക്കലും അനീതി പ്രവർത്തിക്കത്തില്ല, ദൈവം നീതി ചെയ്യത്തുള്ളൂ. ദൈവം അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിന് മാത്രമേ ഇന്ന് പോപ്പുലാരിറ്റി ഉള്ളൂ. ദൈവം സ്നേഹമാണ്, ഇറ്റ് ഇസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം ഹീസ് ജസ്റ്റിസ് ഓൾസോ. ദൈവത്തിന്റെ സ്നേഹവും കാർക്കശ്യമാണ്. ദൈവം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം ദൈവം സ്നേഹമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ സ്നേഹത്തെ കുറിച്ചുള്ള ലവ് ക്രീച്ചേഴ്സ് മാത്രമേ ലോകത്തിലുള്ളൂ. അതിന്റെ നമുക്ക് ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ദൈവം സ്നേഹമാകുന്ന ഒരു വശം, അങ്ങേ സൈഡ് എന്താ? ദൈവം ടെററാണ്, ദൈവം കൺസ്യൂമിങ് ഫയർ ആണ്, നീതിമാനാണ്. നമുക്കറിയാം, ഒരു വശത്ത് ഇംപ്രഷൻ ഇല്ലാത്ത നാണയത്തിന് വാല്യൂ ഉണ്ടോ? മറിച്ച് നോക്കിയാൽ അത് എടുക്കില്ല, ഒരിടത്തും എടുക്കില്ല. സെയിമാ ഈ ദൈവത്തെക്കുറിച്ചുള്ള ടീച്ചിങ്ങില്. ദൈവം സ്നേഹമാകുന്നു എന്ന് മാത്രമുള്ള ടീച്ചിങ്ങിന് ദൈവത്തിന്റെ മുമ്പിൽ അബ്സല്യൂട്ട്ലി ഒരു വാല്യൂ ഇല്ല. അറ്റ്ലീസ്റ്റ് 50-50 ആയിരിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പേടി മാത്രമായി തീരും. അറ്റ് ദി സെയിം ടൈം ദൈവത്തെ ഭയം ഉണ്ടായിരിക്കണം, കാരണം പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവം, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇൻഡിവിജ്വൽ ലെവലില് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതങ്ങൾ എടുക്കുമ്പോൾ, ദാവീദിന്റെ ജീവിതം എടുത്താൽ ഒരു ഗോഡ്ലി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും? നമ്മളൊക്കെ ഗോഡ്ലിയാണ്. നമ്മളെല്ലാം ദൈവത്തെ സ്നേഹിക്കുകയും രക്ഷിക്കപ്പെട്ടവരും കർത്താവിന്റെ വരവിനെ കാക്ഷിച്ചിരിക്കുന്നവരും. അപ്പം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ദാവീദ് വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു. പക്ഷെ ആത്മീയനാണ്. പക്ഷെ പിന്നീട് ദാവീദിന്, നമ്മൾ വായിക്കുന്ന ഈ 38-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനാണ്. ദാവീദിന് ഭയങ്കരമായിട്ട് രോഗം പിടിപെട്ടു. വായിച്ചു 38-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ, ഇത് ദാവീദ് പാപം ചെയ്തതിന് ശേഷമാണെന്ന് നമുക്ക് ഇതിന്റെ ക്രോണോളജിയും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ദാവീദിന്റെ സങ്കീർത്തനാണ്.
38-ാം സങ്കീർത്തനത്തില് അതിന്റെ ഒന്ന് വായിക്കുമ്പോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നു. കർത്താവേ, നിന്റെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. നിന്റെ ശരങ്ങൾ എന്നിൽ തറച്ചു കയറിയിരിക്കുന്നു, നിന്റെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിന്റെ ക്രോധം നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമേ ഇല്ല. ശ്രദ്ധിക്കണം, നിന്റെ ക്രോധം നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമേ ഇല്ല. എന്റെ പാപം നിമിത്തം എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ അപരാധങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലേക്ക് കവിഞ്ഞു പൊങ്ങിയിരിക്കുന്നു. അതെനിക്ക് താങ്ങാനാവാത്ത ഭാരമായിരിക്കുന്നു. എന്റെ വിഡിത്തത്താൽ എന്റെ വ്രണങ്ങൾ പഴുത്തു നാറുന്നു. ഞാൻ കുനിഞ്ഞു മുഖം കുത്തുന്നു. ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കുഴലുന്നു. എന്റെ അരക്കെട്ടിൽ മുഴുവൻ തീയാണ്. എന്റെ ശരീരത്തിന് സൗഖ്യമേ ഇല്ല. ഞാൻ ക്ഷീണിച്ച് നിശേഷം തകർന്നിരിക്കുന്നു. എന്റെ ഹൃദയം തേങ്ങുന്നു, ഞാൻ വിങ്ങിക്കരയുന്നു. കർത്താവേ, എന്റെ ആകാംക്ഷകളെല്ലാം നിനക്കറിയാമല്ലോ. എന്റെ നെടുവീർപ്പുകൾ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ലല്ലോ. എന്റെ ഹൃദയം ഉച്ചത്തിൽ സ്പന്ദിക്കുന്നു. എന്റെ ശക്തി എന്നെ കൈവിടുന്നു. എന്റെ നേത്രങ്ങളുടെ തേജസ് അതും എന്നിൽ നിന്ന് പോയിരിക്കുന്നു. എന്റെ സുഹൃത്തുക്കളും സഹചാരികളും എന്റെ മഹാബാധയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എന്റെ ജീവൻ തേടുന്നവർ. അപ്പൊ ഇത് ദാവീദ് പാപം ചെയ്തതിന് ശേഷം ദാവീദിന് സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താണേലും നോക്ക്, എന്റെ പാപം നിമിത്തം, അങ്ങനെ തന്നെ ദാവീദ് എഴുതിയേക്കുന്നത്, എന്റെ അപരാധങ്ങൾ എന്റെ തലയ്ക്ക് മുകളിലേക്ക് കവിഞ്ഞു പൊങ്ങിയിരിക്കുന്നു, എനിക്ക് താങ്ങാനാവാത്ത ഭാരമായിരിക്കുന്നു. 3-ാം സെന്റൻസ്, നിന്റെ ക്രോധ നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമേ ഇല്ല, എന്റെ പാപം നിമിത്തം എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. അപ്പോൾ ഈ നമ്മളൊരു പാപം ചെയ്ത് പാപത്തിന്റെ ഗൗരവം അനുസരിച്ചും ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ച്, അതിനിപ്പോൾ യൂണിഫോം പാറ്റേൺ ഒന്നുമില്ല, ദൈവം തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി. അറ്റ് ദി സെയിം ടൈം ദൈവത്തിന്റെ നീതിമാനായിട്ടുള്ള വിധിയാളൻ പാപം ചെയ്തവരോട്, ഈ പർട്ടിക്കുലർ കേസിൽ ദാവീദിന്റെ വെരി സീരിയസ് ആയിട്ടുള്ള 2 പാപമാണ്. ഒന്ന്, അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കി വിൽഫുള്ളി നോയിങ്ലി. 2, കൊലപാതകം ചെയ്തു. അപ്പോൾ ഈ കൊലപാതകം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ദാവീദിന് രോഗങ്ങൾ വന്നു. പിന്നീട് നമുക്കറിയാവുന്ന കാര്യമാണ്, ദാവീദ് മാനസാന്തരപ്പെട്ടില്ല കുറെ നാളത്തേക്ക്. അപ്പൊ ഇതിൽ ഈ രോഗവും പാപവുമായിട്ടുള്ള ബന്ധം 107-ാം സങ്കീർത്തനത്തിലും എഴുതിയിട്ടുണ്ട്. 107-ന്റെ 17 തുടങ്ങി വായിക്കുമ്പോൾ, അത് POC ബൈബിളിലാണെങ്കിൽ വളരെ കറക്റ്റായി ഞാൻ വായിക്കും. ബൈബിളിൽ മറ്റേനകത്ത് ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതാണ് കറക്റ്റ്, അതിന് സംശയമില്ല. 107-ന്റെ അതിന്റെ 17-ാമത്തെ സെന്റൻസിൽ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അപ്പം ഇത് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഈ ഓശാന ബൈബിളിൽ ഫുട് നോട്ട് ഉണ്ട്, സത്യവേദ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ ഇതിൽ പാപകരമായ മാർഗങ്ങളിൽ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. അതിന്റെ 20-ാം സെന്റൻസ് ആണ്, ഇതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിന്റെ പ്രൂഫ്. അതെല്ലാ ട്രാൻസ്ലേഷനിലും അങ്ങനെ തന്നെയാണ്. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പൊ സൗഖ്യം രോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അവിടെയും രോഗത്തിന് കാരണമായിട്ട് പറഞ്ഞേക്കുന്നത് തങ്ങളുടെ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് രോഗികളായി തീർന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് കർത്താവ് തളർവാദക്കാരനോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ ഏതാണ് എളുപ്പം? മനുഷ്യപുത്രന് ഭൂമിയിൽ പാപമോചന അധികാരം ഉണ്ട് എന്ന് കാണിക്കേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പോൾ കർത്താവ് രോഗത്തെയും പാപത്തെയും ഇക്വേറ്റ് ചെയ്തിട്ടുള്ളതിനാൽ, അതുകൊണ്ട് എല്ലാ രോഗവും പാപത്തിന്റെ ഫലമാണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ദർ ഈസ് എ റിലേഷൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമ്മൾ പ്രൊവേർബ്സ് വായിക്കുമ്പോൾ, പ്രൊവേർബ്സ് 3-ല് ഇതെല്ലാം സപ്പോർട്ടിങ് സ്ക്രിപ്ചറാണ്. ബൈബിളില് 2 സ്ക്രിപ്ചറെങ്കിലും ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സത്യം. അതിന്റെ 7-ന്റെ റിവേഴ്സ് 7 സെക്കൻഡ് പാർട്ട് വായിക്കുമ്പോൾ, കർത്താവിനെ ഭയപ്പെട്ട് തിന്മയുടെ വഴിയിൽ നിന്ന് മാറുക, അത് നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകും, അസ്ഥികൾക്ക് ഉന്മേഷം പകരും. ദൈവം ഇത് അരുളി ചെയ്ത അങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയുടെ വഴിയിൽ നിന്ന് അകന്നു മാറിയാൽ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന്, ദി മോർ യു ആർ ഫ്രീ ഫ്രം സിൻ, ദി മോർ ഹെൽത്തി യുവർ ബോഡി വിൽ ബി എന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി ഒരു സംശയം വേണ്ട. അതിനകത്ത് ഒരു സംശയമില്ല. അരുളി ചെയ്തിരിക്കുന്നവൻ ദൈവമായിരിക്കാൻ ദൈവം അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ ജെറമേൽ വായിക്കുന്നുണ്ട്, എന്റെ വചനം അതിൻപടി നിറവേറുന്നോ എന്ന കാര്യത്തിൽ ഞാൻ സദാ ജാഗ്രതയുള്ളവൻ. എങ്ങനെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
എഴുതിയേക്കുന്നത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയുടെ വഴിയിൽ നിന്ന് മാറുക, അത് നിന്റെ ശരീരത്തിന് സൗഖ്യം നൽകും. തീർച്ചയായിട്ടും ബെറ്റർ ഹെൽത്ത്, ദി മോർ യു ആർ ഫ്രീ. അല്ലെങ്കിൽ പാപത്തിന്റെ മേലുള്ള വിജയത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ശരീരത്തിലെ രോഗത്തിന് വ്യത്യാസം വരുമെന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി ഒരു സംശയം വേണ്ട, ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളവിടെ കണ്ടു, ദാവീദ് പാപം ചെയ്തപ്പോൾ രോഗം ഉണ്ടായി. അപ്പൊ പാപവും രോഗവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ദാവീദിന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് വാൾ ഒരിക്കലും മാറാത്തതായി. ദെൻ ദാവീദ് ചെയ്ത വ്യഭിചാരം ആ വീട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് അങ്ങനെ തന്നെ ഉണ്ടാകാനിടയായി. പിന്നീട് ഉണ്ടായ കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ നോക്ക്, ഇനിയിപ്പോ കുഞ്ഞ് മരിക്കുന്നത് എടുക്കണ്ട. ഇപ്പൊ രക്ഷിക്കപ്പെടാത്ത മകൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി കണക്റ്റഡ് ആവും. പിന്നെ അത് പേരൻസ് വഴിയല്ല. രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങളുടെ ഹെൽത്തും പേരൻസിന്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇറ്റ്സ് എ പ്രൂവൺ ട്രൂത്ത്. ഇനി അങ്ങനെ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന സംശയങ്ങളല്ലേ, ഈ നിഷ്കളങ്കരായിട്ടുള്ള പിള്ളേർ എന്ത് ചെയ്തു? നിഷ്കളങ്കരായിട്ടുള്ള അമാലിക്കരെ കൊല്ലാൻ പറഞ്ഞപ്പോ ദൈവം ആ കൊച്ചു പിള്ളേരെല്ലാം മാറ്റാൻ പറഞ്ഞു. മുല കുടിക്കുന്ന വെള്ളപ്പൊക്കത്തില് എല്ലാ സൈസ് ആൾക്കാരും ഉണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട്. അമാലിക്കരെ കൊല്ലാൻ പറഞ്ഞപ്പോ അപ്പം നമുക്ക് ആ ദൈവത്താൽ റിജക്റ്റഡ് ആയിട്ടുള്ള, ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട, ദൈവവുമായിട്ട് റൈറ്റ് റിലേഷൻ ഇല്ലാത്ത പേരൻസിന്റെ പിള്ളേർക്ക് ദേ ആർ അൺഫോർച്ചുനേറ്റ്, ഇത്രേ പറയാൻ പറ്റൂ, ഹതഭാഗ്യതെന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകില്ല എന്നൊന്നുമല്ല. അറ്റ് ദി സെയിം ടൈം ലോകത്തിലെ എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കും. ഇപ്പൊ ഒരു റിച്ച് ആയിട്ടുള്ള പേരൻസിന്റെ മക്കൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. സെയിം വേ ഇഫ് യു ആർ സ്പിരിച്വലി റിച്ച്, പേരൻസ് സ്പിരിച്വലി റിച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് എൻ്റെ അനുഗ്രഹമുണ്ട്. എക്സാമ്പിൾ, ഇസഹാക്ക് ജീവിക്കുന്ന സമയത്ത് ദേശത്ത് ക്ഷാമം ഉണ്ടായി. ജെനിസിസ് 26 സ്ഥലമൊന്നും വായിക്കുന്നതല്ല, ബാബുന്നുണ്ടല്ലോ. കാരണം ഇവിടെ ഇരിക്കുന്ന മജോറിറ്റി ആൾക്കാർ പേരൻസ് ആണ്. അപ്പോൾ എല്ലാവരും മക്കളെ സ്നേഹിക്കുന്നവരാണ്. മക്കളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ there is only one way, there are two different, രണ്ട് വ്യത്യസ്ത വഴികളില്ല. മക്കളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ there is only one way, you have to be zealous for the Lord. കർത്താവിന്റെ കാര്യത്തിൽ ഏറെ 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 ഉത്സാഹികളും ഉന്മേഷമുള്ളവരുമാണ് എങ്കിൽ in turn your children will be blessed. It's a ഒരു immaculate truth, nobody can dispute. 26 ഒന്നുകൂടി. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമത്തിന് ശേഷം വീണ്ടും ഒരു ക്ഷാമം നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗറാറിൽ ഫെലിസ്തീയ രാജാവായ അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോയി. കർത്താവ് ഇസഹാക്കിന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, നീ ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് നിർദ്ദേശിക്കുന്ന ദേശത്ത് പാർക്കുക, തൽക്കാലം ഈ ദേശത്ത് തന്നെ പ്രവസിക്കുക. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, നിന്നെ അനുഗ്രഹിക്കും. ഈ ദേശമെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. അങ്ങനെ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റും. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. നിന്റെ സന്തതികൾക്ക് ഈ ദേശം മുഴുവൻ ഞാൻ നൽകും. നിന്റെ സന്തതികൾ മുഖാന്തരം ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹീതരാകും. കാരണം അബ്രഹാം എന്റെ സ്വരം കേട്ടനുസരിച്ചു, എന്റെ നിയോഗവും എന്റെ കൽപ്പനയും എന്റെ ചട്ടങ്ങളും എന്റെ നിയമങ്ങളും അനുസരിച്ചു. തന്മൂലം ഇസ്ഹാക്ക് ഗറാറിൽ താമസിച്ചു. മതി നോക്ക്, അബ്രാഹാം മരിച്ചുപോയി. അബ്രാഹാം മരിച്ചപ്പോൾ ദേശത്ത് ഒരു ക്ഷാമം വന്നു. നാച്ചുറലി ഇസ്ഹാക്ക് ബെറ്റർ സ്ഥലം തേടി പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നോ, നീ ഇവിടെ താമസിച്ചാൽ മതി. കാരണം നീ അറിയുന്നില്ലെങ്കിലും നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒത്തിരി നിക്ഷേപം കിടക്കുന്നുണ്ട്, അപ്പൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോയേക്കുന്നു. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ട്രൂത്ത്. ബൈബിളിൽ റിവീൽഡ് ആയിരിക്കുന്ന ഒരു ട്രൂത്താണ്. അപ്പോൾ നമ്മൾ മരിച്ചു പോകും. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാലശേഷം മക്കൾ എങ്ങനെയായാലും നശിച്ചു പോട്ടെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നോ, ആരും ചിന്തിക്കുന്നില്ല. ഇത് ഹിസ്കിയ കാര്യം ഭക്തനായിരുന്നെങ്കിലും ഹിസ്കിയോട് പറഞ്ഞു മക്കളുടെ കാലത്ത് ഗതികേട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയ എന്ത് ചിന്തിച്ചു? ഞാനും കുഴപ്പമില്ല, എൻ്റെ കാലത്ത് ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ വി ആർ ലിവിങ് വിത്ത് ന്യൂ ടെസ്റ്റമെന്റ് സ്പിരിറ്റ്. ഹിസ്കിയയുടെ സ്പിരിറ്റ് അല്ല നമ്മുടെ സ്പിരിറ്റ്. അപ്പൊ നമ്മൾ വായിക്കുന്നത് യഹോവ ഭക്തനായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും, അയാളുടെ സന്തതി ദേശത്ത് കരുത്തരാകുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ കരുത്തരാവെന്ന് പറഞ്ഞാൽ യഹോവ ഭക്തനായിട്ടുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അതുകൊണ്ട് മക്കൾ അല്ല കമ്മിങ് ജനറേഷൻ കരുത്തരാവെന്ന് പറഞ്ഞാൽ കരുത്തരാവില്ല. വേ ഈസ് റിവീൽഡ് ഇൻ ദി ബൈബിൾ. അബ്രാഹാം ദൈവത്തെ ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന റീസൺ അത് തന്നെയാണ്. കാരണം 5ാം സെന്റൻസ് ഒന്ന് വായിച്ചപ്പോൾ, കാരണം അബ്രഹാം എന്റെ സ്വരം കേട്ടനുസരിച്ചു, എന്റെ നിയോഗവും എന്റെ കൽപ്പനകളും എന്റെ ചട്ടങ്ങളും എന്റെ നിയമങ്ങളും അനുസരിച്ചു. അതെ, ദി റീസൺ നിന്നെ ഇവിടെ തന്നെ ഞാൻ തീറ്റി പുലർത്തും, ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ ഞാൻ പോറ്റും,
ക്ഷാമം നിനക്ക് പ്രശ്നമല്ല, കാരണം നിന്റെ അപ്പൻ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ് 50 years അല്ലെങ്കിൽ 25 years കഴിഞ്ഞ് മക്കൾക്ക് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ബിക്കോസ് മാൻ ഈസ് ബോൺ ഇൻ ടു ട്രബിൾസ്, ഭൂമിയിൽ കഷ്ടങ്ങളാണ്. മനുഷ്യൻ ദുരിതത്തിലേക്ക് അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് നമ്മുടെ മക്കളും ജീവിക്കുന്നത്. നമ്മൾ മരിച്ച് 25 വർഷം കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് ഒരു ഗതികേട് വരുമ്പോൾ, ഇഫ് യു ആർ കർത്താവിൻ്റെ നിയോഗങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഇന്ന് ജീവിക്കുവാണെങ്കിൽ വിശ്വാസ കണ്ണാൽ നമ്മുടെ മക്കളുടെ ഭാവി നമുക്ക് കാണാൻ പറ്റും. യാക്കോബ് വടി ഊന്നി നിന്നുകൊണ്ട് മക്കളുടെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചു. റീസൺ, ദൈവത്തെ അറിഞ്ഞിരുന്നുണ്ട്, അബ്രാഹത്തിന്റെ ദൈവത്തെ അറിയാവുന്നതുകൊണ്ട്. അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ കാര്യം യാക്കോബിന് അറിയാവുന്നതുകൊണ്ട് യാക്കോബ് വടി ഊന്നി നിന്ന് തങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു. കാരണം ഈ ദൈവത്തെ വിളിച്ചാൽ മക്കൾക്ക് ഗതികേട് വരില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു, യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യം, ഇപ്പം ദാവീദ് പാപം ചെയ്തു, എല്ലാവരും ചോദിക്കുന്ന, സാധാരണ എല്ലാവരും ചോദിക്കുന്ന കാര്യമല്ല, 1 വയസ്സായ കൊച്ചു അല്ലെങ്കിൽ 1.5 വയസ്സ് കാണോ കൊച്ചു, ഈ 1.5 വയസ്സായ കൊച്ചു ഒരു പാപവും ചെയ്തിട്ടില്ല, പക്ഷെ നിനക്കുണ്ടായ കുഞ്ഞ് മരിക്കും. ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ വിഗ്രഹാരാധന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത രാജാവ് ആരായിരുന്നു ബാബു? പറയാം. ഇസ്രായേലിൽ ആഹാബ്. ആരായിരുന്നു? ക്വിസ് പെട്ടെന്ന് എഴുതി. ആരായിരുന്നു? കുടുംബമായിട്ട് നമ്മൾ കർത്താവിൻ്റെ നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലോട്ട് നയിച്ച രാജാവ് ആരായിരുന്നു? സോളമൻ. ഇവിടെ ആരായിരുന്നു? ഓർക്കം വരാതിരിക്കാൻ ചോദിക്കുന്ന, അതിനകത്ത് ആരും ഡിസ്റ്റർബ്ഡ് ആകണ്ട. റഹോബയാം. ഇത് രണ്ടോടെ കൂട്ടി മിക്സ് ചെയ്യും. അപ്പൊ അതിലൊരു പുതിയ സൃഷ്ടി, അത് ഈ മ്യൂള് പോലെ. അതെയോ റെഹോ ആണ്, അത് രണ്ടും. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞത്, പാപത്തിൽ ജീവിച്ചു. ഫസ്റ്റ് കിങ്സ് 14 എടുക്കുമ്പോ ഭാഗം എടുക്കാം. അപ്പൊ ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ച ഹീറോ യെറോബയാം. അപ്പൊ പെട്ടെന്ന് വായിക്കാം. 14 ജസ്റ്റ് നമുക്ക് ഈ ചില അക്കാലത്ത് യെറോബയാമിന്റെ പുത്രനായ അബിയ രോഗഗ്രസ്തനായി. മതി. ഞാൻ ജസ്റ്റ് ഈ മക്കളും അപ്പന്മാരുടെ സ്പിരിച്വൽ, നമുക്ക് നമ്മൾ ആരും ഇതിനകത്ത് തികഞ്ഞിട്ടോ ആർക്കോ അഹങ്കരിക്കാനോ ഒന്നുമില്ല. അറ്റ് ദി സെയിം ടൈം നമ്മളൊരു പ്രിൻസിപ്പിൾ പഠിക്കുന്നുള്ളൂ. ഞാൻ ബെറ്റർ ആയതുകൊണ്ട് പറയുന്നതല്ല, ഒന്നുമല്ല, അബ്സല്യൂട്ട്ലി നോ. അറ്റ് ദി സെയിം ടൈം നമ്മളെല്ലാം അറിയുന്ന ഒരു കാര്യം, നമുക്ക് കൊച്ചു പിള്ളേരുടെ, എസ്പെഷ്യലി പിള്ളേർ കർത്താവായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആകുന്നവരെ, അതുകൊണ്ടാണ് അപ്പന്മാരെ നിങ്ങൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മക്കളെ കർത്താവുമായിട്ടുള്ള ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾ. ടിൽ ദാറ്റ് ടൈം മക്കളുടെ എല്ലാ ഭാവിയും, ബോത്ത് ഫിസിക്കൽ സ്പിരിച്വൽ എല്ലാം, ഈ കാരണന്മാരും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വരുത്തുള്ളൂ. അതുകൊണ്ടാണ് ഇഫ് യു ആർ ട്രൂലി ലവിങ് യുവർ ചിൽഡ്രൻ, നമ്മളെല്ലാവരും യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ടു ദി ലെവൽ ബെസ്റ്റ്. നമുക്ക് എല്ലാ ഷോർട്ട് കമ്മിങ്സും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ടു ദി ലെവൽ ബെസ്റ്റ് കർത്താവിനെ തീക്ഷ്ണതയോടെ സേവിച്ചില്ലെങ്കിൽ വി ആർ ഡിസ്ട്രോയിങ് ദി കമ്മിങ് ജനറേഷൻ. തലമുറയ്ക്ക് നാശം വരുത്തിയിട്ടാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. തലമുറകൾക്ക് നന്മ മാറ്റി വെച്ചിട്ട് നോക്ക്, അബ്രാഹം ദൈവത്തെ വിളിച്ചു. അബ്രാഹത്തിന്റെ ഭാര്യ പ്രസവിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? അതായത് ലോങ് ടൈം ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇസഹാക്കിന്റെ ഭാര്യ ഇത്തിരിയോടെ കുറഞ്ഞ സമയത്ത് പ്രസവിച്ചു. ഇൻഫെർട്ടിലിറ്റി, ശാപം കുറഞ്ഞു വന്നു, അല്ലെങ്കിൽ ഒരു നാശം നോക്കി വീട്ടിലുള്ള. ദെൻ യാക്കോബിന്റെ ഭാര്യയ്ക്കും ഇൻഫെർട്ടിലിറ്റി. കുടുംബത്തില് ഇതൊക്കെ ബൈബിളിലെ സത്യങ്ങളാണ്. ചില വീട്ടിൽ ആസ്മയായിരിക്കും, ചില വീട്ടിൽ ഡയബറ്റീസ് ആയിരിക്കും, ചില വീട്ടിൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ജനറേഷൻ ടു ജനറേഷൻ മാനസിക രോഗികളായിരിക്കും. ഇതെല്ലാം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ചില വീട്ടിലെല്ലാം രോഗികളായിരിക്കും. ഇത് കർത്താവിനെ വിളിക്കുക, അല്ലാതെ വേറെ ഇതിന് ഒരു പരിഹാരമില്ല. ചില വീടുകളിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, 40 വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ആയുസ് കാണത്തില്ല, 40 വയസ്സിന് മുമ്പ് മരിച്ചു പോകുന്ന പറഞ്ഞ് മരിക്കുക തന്നെ ചെയ്യും. ദർ ഇസ് ഓൺലി വൺ സൊല്യൂഷൻ. ഈ ശാപത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മോചനം നേടുക, അല്ലാതെ ദർ ഇസ് നോ ഒരു പരിഹാരവും ഇല്ല. ദെൻ യാക്കോബിന്റെ സമയമായപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ദൈർഘ്യം കുറഞ്ഞു. അബ്രാഹത്തിന്റെ ഒത്തിരി വർഷം, ഇസാഖിന്റെ എത്ര വർഷം? അപ്രോക്സിമേറ്റ്ലി 20 years. യാക്കോബിന്റെ ആയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 14 years. ദെൻ ജോസഫിന്റെ ഭാര്യ സമയത്ത് പ്രസവിച്ചു. ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളാണ്, അല്ലേ?
എന്താ ബാബു? ദൈവത്തെ സേവിച്ചാൽ ജീവിതത്തിന് മാറ്റം വരില്ലേ? മാറ്റം വരും. ഇറ്റ്സ് എ പ്രൂവൺ ട്രൂത്ത്. നോ ബഡി ക്യാൻ ഡിസ്പ്യൂട്ട് വിത്ത്. ഇത് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആണ് ദൈവത്തിന്റെ വചനം. ഇറ്റ് ഈസ് ഫൗണ്ട് ഓക്കെ. കർത്താവിന്റെ മാർഗം പെർഫെക്റ്റ്. ഇത് സത്യമെന്ന് തെളിഞ്ഞത്. ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ഓക്കെ. ഇത് വെറുതെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നും. അപ്പൊ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരാണ്. നമ്മുടെ പിതാക്കന്മാർ, അബ്രാഹത്തിന്റെ പിതാക്കന്മാരെ പോലെ വിഗ്രഹാരാധകരും ദൈവത്തെ സേവിക്കാത്തവരും സ്നേഹിക്കാത്തവരുമാണ്. അവരെ പഴിയായിരുന്നല്ല, മീൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ കുറ്റം വിധിക്കുന്നല്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. നമ്മൾ കർത്താവിനെ സേവിച്ച് ഈ വിശ്വാസം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൈമാറിയാൽ അടുത്ത ജനറേഷൻ എല്ലാ രീതിയിലും നമ്മളെയൊക്കെ ബെറ്റർ ആയിരിക്കും. അവരും ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാൽ പിന്നത്തെ ജനറേഷൻ അവരെയൊക്കെ ബെറ്റർ ആയിരിക്കും. ഇങ്ങനെ ഈ ദീപശിഖ അഭംഗുരം തുടരണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ചട്ടങ്ങൾ കൊടുത്തപ്പോൾ മോശയുടെ കയ്യിലോട്ട് ദൈവവചനം കൊടുത്തിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഇത് മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞ കയ്യിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ 78-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് വായിക്കുമ്പോൾ ആദ്യത്തെ 2-ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ ഒരു ഉപമ പറയാൻ അത് കഴിഞ്ഞിട്ട് പഴയ കടങ്കഥകൾ അത് കഴിഞ്ഞിട്ട് നാം കേട്ടറിഞ്ഞിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മക്കളിൽ നിന്ന് അവ നാം മറച്ചു വയ്ക്കുകയില്ല. കർത്താവിന്റെ മഹത്വമേറിയ പ്രവൃത്തികളും അവന്റെ ശക്തിയും അവൻ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളും വരും തലമുറകളോട് നാം പറയും. യാക്കോബിൽ അവൻ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു നിയമം പ്രഖ്യാപിച്ചു. അവ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ അടുത്ത തലമുറ അങ്ങനെ അടുത്ത തലമുറ ജനിക്കാനിരിക്കുന്ന മക്കൾ പോലും അവ അറിയണം. അപ്പൊ ജനിക്കാനിരിക്കുന്ന മക്കൾ അറിയണമെങ്കിൽ ഈ അമ്മ പ്രഗ്നൻസിയിലും കർത്താവിനെ കുറിച്ച് വിളിക്കുന്നവളായിരിക്കണം. ജനിക്കാനിരിക്കുന്ന മക്കൾ പോലും അവ അറിയണം. പിന്നീട് അവർ അവരുടെ മക്കളോട് അത് പറയാൻ തുനിയണം. അപ്പോൾ അവർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കും. അവന്റെ പ്രവൃത്തികൾ മറക്കാതെ അവന്റെ കൽപ്പനകൾ പാലിക്കും. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകെയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർ വിഗ്രഹാരാധകരും ഇതെല്ലാം ആയിരുന്നു. ഈവൻ ഈജിപ്തിൽ അവർ വിഗ്രഹത്തെ സേവിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് മക്കളെ ദൈവത്തിന്റെ വചനം, ദൈവഭക്തി പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഉത്സാഹം ഇല്ലെങ്കിൽ വി ആർ ഡിസ്ട്രോയിങ് ദി കമ്മിങ് ജനറേഷൻ. അതിന് ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ദി സെയിം ടൈം അപ്പൊ നമ്മൾ ദാവീദിന്റെ കാര്യം ചിന്തിച്ച് അപ്പൊ മക്കളുടെ ഹെൽത്ത്, യെറോബയാമിന്റെ കൊച്ച് രോഗം പിടിപെട്ട് മരിച്ചു, ദാവീദിന്റെ കൊച്ച് മരിച്ചുപോയി. എന്നാൽ ദൈവിക 147-ാം സങ്കീർത്തനം എടുക്കുമ്പോൾ നൂറ്റി 144 12 തുടങ്ങി വായിക്കുമ്പോൾ ഞങ്ങളുടെ പുത്രന്മാർ ചെറുപ്പം മുതലേ തഴച്ചു വളരുന്ന ചെടികൾ പോലെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന്റെ മൂലകളിലെ ചിത്രസ്തംഭങ്ങൾ പോലെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്ന 2 സെന്റൻസുകളാണ്. അപ്പോ ഇതില് അതൊന്ന് വായിച്ചു പോകും. അത് മുഴുവൻ ഞങ്ങളുടെ ധാന്യപ്പുരകൾ സർവവിധ വിഭവങ്ങളാലും നിറയട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ 1000-ങ്ങളും 10,000-ങ്ങളുമായി പെറ്റുപെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ ഗർഭം ധരിക്കട്ടെ. വന്ധ്യതയോ ഗർഭമനസ്സലോ ഇല്ലാതെ പെരുകട്ടെ. ഞങ്ങളുടെ തെരുവുകളിൽ സങ്കടത്തോടെയുള്ള നിലവിളി കേൾക്കാതിരിക്കട്ടെ. ഇത്തരം അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്ന ജനം ഭാഗ്യമുള്ളത്. കർത്താവ് തങ്ങളുടെ ദൈവമായുള്ള ജനം ഭാഗ്യമുള്ളത്. കർത്താവ് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദൈവമായിട്ടുള്ള ജനതയ്ക്ക് അവരുടെ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവരുടെ പുത്രന്മാർ ചെറുപ്പം മുതലേ തഴച്ചു വളരുന്ന ചെടികൾ പോലെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന്റെ മൂലകളിലെ ചിത്രസ്തംഭങ്ങൾ പോലെ ആയിരിക്കട്ടെ. അത് ഈ കൊട്ടാരത്തിലൊക്കെ നമ്മൾ ഈ തുണിക്കടയിലൊക്കെ സ്റ്റാച്ചു ഇരിക്കുന്നില്ലേ? അപ്പൊ എല്ലാം, അതായത് ദൈവത്തെ സേവിക്കുന്നവരുടെ മക്കൾക്ക് ഐശ്വര്യം പറഞ്ഞിരിക്കെ ഈ ദൈവത്തിന്റെ കാര്യത്തില് ദാവീദ് വാസ് ബോൺ അഗെയിൻ, രക്ഷിക്കപ്പെട്ട ആളാണ്, ദൈവത്തെ വിളിക്കുന്ന ആളാണ്. ഇതാ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം. പക്ഷെ പാപം ചെയ്തപ്പോ നീതിമാനായിട്ടുള്ള വിധിയാളൻ എങ്ങോട്ട് മാറി? അങ്ങേ സൈഡിലോട്ട് മാറി. ദാവീദിന്റെ മക്കൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയില്ല, അബ്രാഹത്തിന്റെ മകന് പ്രൊട്ടക്ഷൻ കിട്ടി, ദാവീദിന്റെ കുഞ്ഞിന് പ്രൊട്ടക്ഷൻ കിട്ടിയില്ല.
അതേസമയം ദൈവത്തെ സേവിച്ചവർ പുത്രന്മാർ ഇങ്ങനെ ആയിരിക്കട്ടെ, പുത്രിമാർ ഇങ്ങനെ ആയിരിക്കട്ടെ, 128 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, ഭാര്യ ഇങ്ങനെ ആയിരിക്കട്ടെ, മക്കൾ ഇങ്ങനെ ആയിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ നീതിമാനായിട്ടുള്ള വിധിയാളൻ പാപം ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു എക്സ്ക്യൂസും കിട്ടത്തില്ല. രണ്ടാമത് രക്ഷിക്കപ്പെട്ട ആള് അല്ലെങ്കിൽ പാപം ചെയ്തപ്പോൾ തിന്മ അനുഭവിച്ച ആരാ പോകും? ഫോർ എക്സാമ്പിൾ പറയാം, ജഡത്തിന് ജീവിതം കൊടുത്തപ്പോ സാംസൺ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, ജഡത്തിൽ ആശ്രയം വെച്ചാൽ മരണമാണ്. സാംസന്റെ എക്സാമ്പിൾ വലിയ എക്സാമ്പിളാണ്. കാരണം ജഡത്തിന് കടിഞ്ഞാണിട്ടില്ല. അതുകൊണ്ട് അപ്പസ്തലനായ പൗലോസിന്റെ വാക്കുകൾ, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ഞാൻ തന്നെ അയോഗ്യനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കാരണം ശരീരം എല്ലാം അതിന് സെയിമാണ്, ശരീരത്തിന് മാറ്റമുണ്ട്. പോകും ഞാൻ രക്ഷിക്കപ്പെട്ടു 15 വർഷമായി, ഇനി ഒരു കുഴപ്പമില്ല. നോ, ഇറ്റ് ഇസ് സെയിം. ശരീരത്തിന് ഒരു വ്യത്യാസമില്ല, ജഡത്തിനൊരു വ്യത്യാസമില്ല. ദാവീദ് പാപം ചെയ്ത് അബൌവ് 50 years, ചെറുപ്പക്കാരനല്ല, ടീനേജർ ഒന്നും അല്ല. ദെൻ അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സാംസൺ ജഡത്തിന് കടിഞ്ഞാണിട്ടില്ല. അത് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ജഡത്തെ കീഴടക്കി ഇല്ല എങ്കിൽ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ഞാൻ അയോഗ്യനായി തീരും. ദാവീദ് സങ്കീർത്തനം മുഴുവൻ എഴുതിയിരിക്കുന്നത് ദാവീദാ. പക്ഷെ പാപം ചെയ്തപ്പോൾ ദൈവം സഹായിച്ചോ? പാപം ചെയ്യുന്ന ദേഹി ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പാപം ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ഇതില് പാപം ചെയ്യുന്നതിനെ ശിക്ഷിക്കും, ദൈവത്തിന്റെ പ്രമാണം. നമ്മൾ ചിന്തിക്കുന്നല്ലേ, സ്ഥിരം ചിന്തിക്കാറില്ല. പാപം ചെയ്താൽ നിങ്ങളെ ഞാൻ ഒരു കാരണവശാലും വെറുതെ വിടില്ല. പാപം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിന്റെ എക്സാമ്പിളുകളാണ്. ഇസ്രായേൽക്കാര് പാപം ചെയ്തു, 10ാമത്തെ തവണ പാപം ചെയ്തു പറഞ്ഞു 40 വർഷം ഭൂമിയിൽ അലഞ്ഞു തിരിയും. അതായത് അതിൽ ആ 6 ലക്ഷത്തിൽ ഈ 2 പേരൊഴികെ ബാക്കിയുള്ള കംപ്ലീറ്റ് ആൾക്കാർ മരുഭൂമിയിൽ മരിച്ചുപോകും. നമ്മളിത് ചിന്തിക്കുന്ന പോയിന്റ് മറക്കരുത്, നീതിമാനായിട്ടുള്ള വിധിയാണ്. അപ്പൊ ഇതിൽ സാംസന്റെ കേസ് നമുക്കറിയാം, ദലീലയെ കണ്ടപ്പോൾ കർത്താവിനെ മറന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക. അതുകൊണ്ടാണ് ഈ 1 തെസ്സലോനിയൻസ് 4 എടുക്കുമ്പോൾ 1 തെസ്സലോനിയൻസ് 4-ാം അധ്യായത്തില് വായിക്കും. അവസാനമായി സഹോദരരെ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്ന് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ ഇനിയും നിങ്ങൾ ഇതിൽ മുന്നേറണമെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഉപദേശിക്കുന്നു. കർത്താവായ യേശുവിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ പ്രബോധനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ പവിത്രീകരണം. അതെ, ഇതാണ് ദൈവഹിതം. അപ്പൊ ദൈവഹിതത്തെ കുറിച്ച് ഈ ഒരു കാര്യത്തിൽ വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം, നിങ്ങളുടെ പവിത്രീകരണം. ഇംഗ്ലീഷിലാണെങ്കിൽ യുവർ സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഓരോ വർഷം കഴിയും തോറും മോർ ആൻഡ് മോർ സാങ്ക്ടിഫൈഡ് ആകുന്നില്ല എങ്കിൽ, സാങ്ക്ടിഫൈഡ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റപ്പാർട്ട് ആണ്. എന്തിനു വേണ്ടി സെറ്റപ്പാർട്ട് ആണ്? അല്ല, എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ലോർഡ്. നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ദി വേൾഡ് വരുമ്പോൾ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ലോക ചിന്തയിൽ നിന്ന്, ലോകത്തിലെ സ്വപ്നങ്ങളിൽ നിന്ന് മാറി, അതായത് ഇന്നലത്തേക്കാൾ ഇത്തിരിയോടെ ദൈവത്തോട്, ഇന്ന് ഒരു പാട്ട് പാടാറുണ്ടല്ലോ, ഇന്ന് ഞാൻ പ്രിയനോട് ഏറെ അടുത്തിരിക്കുകയാണ്, പാട്ടുണ്ട്, ഓർക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്നലത്തേക്കാൾ ഇന്നോടെ നമ്മൾ ഇത്തിരിയോടെ ലോകത്തിലെ അഫയേഴ്സ് വിട്ട് ലോകത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം കുറച്ചിട്ട്, ആദ്യം നമ്മൾ ദശാംശം കൊടുക്കുന്നവരായിരുന്നു സമയത്തിന്റെ കാര്യത്തിൽ, എങ്കിൽ പിന്നീട് മോർ ടൈം സെറ്റിംഗ് അപ്പാർട്ട് ഫോർ ദി ലോർഡ്. അങ്ങനെ ആയിട്ട് വയസ്സായി 80-85 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ്? കാരണം അപ്പുറത്തേക്ക് കടന്നാൽ 100% ആകാൻ പോവാ. എപ്പുറത്തേക്ക് കടന്നാലാ 100% കയറുമ്പോൾ ഒരു ഗ്രാഫ് സ്റ്റഡിലി പ്രോഗ്രസിങ് ആയിരിക്കണം, സമയം കൂടി വന്ന്. അപ്പം നമ്മൾ നോക്കും, ഇപ്പം എന്താ പറയുക, ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ള രീതിയിൽ ഐ മസ്റ്റ് ബി സ്പെൻഡിങ് മോർ ടൈം വിത്ത് ദി ലോർഡ് ദാൻ എനിബഡി എൽസ്. പ്രായം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതാണ്. കാരണം ഈ ഗ്രാഫ് ഇങ്ങനെ പോയി മുട്ടാനുള്ളതാണ്. മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, കർത്താവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 1 Corinthians 15:58 വായിക്കുമ്പോൾ,
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഈ പറയുന്ന ആരോടാ പോകും? അതാ പ്രശ്നം. കൊറിന്തോസുകാരൊക്കെ മരിച്ചുപോയിട്ട് കാലം എത്രയായി പോകും? ആ കൊറിന്തോസിലൊരു സഭയില്ല, സഭയുടെ ഒരു റെമനൻസും ഇല്ല, അവിടെ ബിൽഡിങ്ങും ഇല്ല, ഒരു സാധനം ഇല്ലാത്ത സ്ഥലമായി. അത് കൊറിന്തോസുകാർക്കുള്ളത്. ആദ്യം വായിച്ചതൊക്കെ മറ്റേ ഫിലിപ്പിയർക്കുള്ളത് എല്ലാം നമ്മുടെ വായിച്ചു. അത് കൊറിന്തോസുകാർക്കുള്ളതല്ല. ആകയാൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, അചഞ്ചലരായി ഇളകാതെ നിൽക്കുക. കർത്താവിലുള്ള നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ പ്രവൃത്തിയിൽ ഏറെ വ്യാപൃതരാകുക. കർത്താവിലുള്ള നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ്. കാരണം നമ്മളെല്ലാം എന്താ, വിതക്കാരൻ പ്രതീക്ഷയോടെ വിതയ്ക്കണം, ഉഴുകുന്നവൻ പ്രതീക്ഷയോടെ ഉഴുകണം, അല്ലെ കൊയ്യുന്നവൻ പ്രതീക്ഷയോടെ കൊയ്യണം, ആട് വളർത്തുന്നവൻ പ്രതീക്ഷയോടെ ആട് വളർത്തണം എന്ന് പറഞ്ഞേക്കുന്ന പോലെ ദിസ് മസ്റ്റ് ബി ദി ഡ്രൈവിംഗ് ഫോഴ്സ്. അതായത് കർത്താവിലുള്ള അധ്വാനം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ്, കർത്താവിന്റെ വായിക്കുമ്പോൾ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞ് കർത്താവിന്റെ പ്രവൃത്തിയിൽ ഏറെ വ്യാപൃതരാകുക. അങ്ങനെയാണോ ബാബു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന? എങ്ങനെയാ? ഏറെയാണോ? അല്ല, ശ്രമിച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ലാതെ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ 15 വർഷമായിട്ട് നോക്കുക, ഇതുവരെ ഒരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിസൾട്ട് എങ്ങനെയുണ്ട് ബാബു? എങ്ങനെയാ സിനി, റിസൾട്ട് ഉണ്ടോ? സിനിയുടെ ആൻസർ ഒരു ചിരിയ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആരൊക്കെ ഏറെ വർദ്ധിച്ചാലും ഇല്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിലുള്ള അധ്വാനം വ്യർത്ഥമല്ല എന്ന് ആദ്യമേ അറിയുക. ഹി ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു ആർ diligently seeking him, calling upon him. Diligent ആയിട്ട്. Hebrews 11:5 ഇംഗ്ലീഷ് ഒന്ന് വായിക്കും. Hebrews 11:5 6ാം സെന്റൻസ് 11:6 But without faith it is impossible to please him. For he who comes to God must believe that he is, and that he is a rewarder of those who diligently seek him. ഓർത്തിരിക്കേണ്ടത്, ഹി ഈസ് എ റിവാർഡർ. ദൈവത്തിന്റെ ഒരു, നമ്മൾ പറയാറുണ്ട് അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തതാണ്, യഹോവയിലെ യഹോവ മാക്ക, ഒത്തിരി കാര്യമുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഓർത്തിരിക്കുന്നത് ഹി ഈസ് എ റിവാർഡർ. ഹി ഈസ് എ റിവാർഡർ ഓഫ് ദോസ് ഹു diligently seek എന്ന് പറയുന്നത് പോകും. മലയാളത്തിൽ എന്താ എഴുതിക്കുന്നത്? ഇത് അന്വേഷിക്കുന്നതൊന്നുമല്ല. എന്താ diligently seeking എന്ന് പറഞ്ഞാൽ എന്താ പോകും? ജാഗ്രത. അതിനൊരു ഈക്വാലന്റ് മലയാളം വേർഡ് പറയാൻ പറ്റത്തില്ല. ഒന്നേ ഉള്ള എനിക്ക് ആഗ്രഹമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അതായത് ഒന്നേ ഉള്ളൂ, ഏകാഗ്ര ചിത്തരായിട്ട്. 2 Corinthians 11 പോൾ പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് നിർമ്മലയായ ഒരു കന്യകയെ ഏക ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തു, ബിട്രോത്ഡ്. എന്നാൽ സർപ്പം കൗശലത്താൽ ഹവ്വായെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ സംശുദ്ധവും ഏകാഗ്രവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ, മനസ്സല്ല, മനസ്സും ചിന്തയും രണ്ടല്ല, മനസ്സിൽ വരുന്ന സാധനം ചിന്ത, നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ, നമ്മുടെ ചിന്ത എങ്ങനെ, ഈ വാട്ടർ ടാങ്കിൽ ഈ ഫ്ലോട്ടിംഗ് വാൽവ് ഉണ്ട്, കണ്ടിട്ടില്ലേ? അത് വെള്ളത്തിന്റെ ഏത് ലെവലാണേലും വാൽവ് എങ്ങനെ കിടക്കും? പൊങ്ങിക്കിടക്കും. അല്ലെങ്കിൽ ഇലാസ്റ്റിക് വലിച്ചിട്ട് വിട്ടാൽ അത് ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ് പോകും, എപ്പോഴും പൊങ്ങിക്കിടക്കും മീൻസ് എപ്പോഴും ഒന്നേ ഉള്ള എനിക്ക് ആനന്ദം, ഒന്നേ ഉള്ള എനിക്ക് ചിന്ത, ജസ്റ്റ് ജീവിക്കുന്നു. നമ്മളിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ ലോകക്കാരായിട്ടല്ല ജീവിക്കുന്നത്. ഞങ്ങളുടെ പടക്കോപ്പുകൾ ജഡികങ്ങളല്ല, കോട്ടകളെ തകർക്കാനുള്ള ദൈവിക ശക്തി അതുണ്ട്. നമ്മുടെ പടക്കോപ്പുകൾ എന്താ? നമ്മൾ ഒച്ചയിൽ സംസാരിക്കുന്നതാണ് നമ്മുടെ പടക്കോപ്പ്. കോട്ടകളെ തകർക്കാനുള്ള ദൈവിക ശക്തി അതിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിലുള്ള അധ്വാനം വ്യർത്ഥമല്ല. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവന് ഒരു പാത്രം വെള്ളം കൊടുത്താൽ ഇറ്റ് വിൽ ബി അക്കൗണ്ടഡ്. അപ്പൊ ഇതിനകത്താ ചോദിച്ചേക്കുന്നില്ല, കർത്താവിലുള്ള അധ്വാനം. ഈ അധ്വാനം എന്നുള്ള വേർഡ് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
അത് അധ്വാനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇച്ചിരി ഒരു വ്യത്യാസമുള്ള വേർഡാ. അല്ലെ നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു പരീക്ഷ എടുക്കുന്ന ദിവസം വൈകുന്നേരം 6 മണി തുടങ്ങി പിറ്റേ ദിവസം 6 മണി വരെ കിടന്ന് ഉറങ്ങുന്ന ഒരു കൊച്ചാന്നിരിക്കട്ടെ, അവൻ പരീക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള അധ്വാനം എന്നുള്ള വേർഡ് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇറ്റ്സ് ബെറ്റർ ടു തിങ്ക്. അതേ ഒരു കാഴ്ചയിലാണ് ഞായറാഴ്ച ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകും, പള്ളി പോകുന്ന പോലെ ഒന്ന് പോകും, കുർബാന കാണാൻ പോകുന്ന പോലെ ഒന്ന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ ഒന്ന് കർത്താവിന്റെ കാര്യം, ദെൻ കംപ്ലീറ്റ് ടൈം ലോകത്തിലെ കാര്യങ്ങളിലും മനസ്സ് അർപ്പിച്ചിട്ട് അപ്പൊ കൊറിന്ത ലേഖനം ആർക്കുള്ളതാ? കൊറിന്തോസുകാർക്കുള്ളതായിട്ട് വരും. കർത്താവിലുള്ള അധ്വാനം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ കാര്യങ്ങളിൽ ഏറെ ഇപ്പൊ നമുക്ക് വേറെ സുവിശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതം നമുക്ക് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് മിഷണറി വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സെറ്റപ്പാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതം എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ലോർഡ്, കർത്താവിന് വേണ്ടി മാത്രമായിട്ട് ബിലോങ് അറിയുക, ഭക്തരെ ദൈവം തനിക്കായിട്ട്. അപ്പൊ നമ്മളങ്ങനെ സെറ്റപ്പാർട്ടാണോ എക്സ്ക്ലൂസീവ്ലി? പെസഹ കുഞ്ഞാടിനെ നമുക്കറിയാം. പെസഹ കുഞ്ഞാടിനെ 14-ാം തീയതി പെസഹ, 10-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ അതിനെ മാറ്റിക്കെട്ടണമായിരുന്നു. അതിനെ മാറ്റിക്കെട്ടിയിട്ട് വേണം 14-ാം തീയതി പെസഹയ്ക്ക് കൊല്ലാൻ വേണ്ടി. അപ്പൊ നമ്മൾ മാറ്റിക്കെട്ടിയേക്കുന്നവരാണോ ലോകത്തിൽ നിന്ന്? അല്ലെങ്കിൽ നോക്ക്, നമുക്ക് ഈ ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ കിട്ടാനില്ല. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഫ്രം ദി പേജസ് ഓഫ് ദി സ്ക്രിപ്ചർ. അല്ലാതെ ഒരിടത്തും കിട്ടാനില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ഈ പരിപാടിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നു. കർത്താവിനോട് കൂടി ആയിരിക്കണം എനിക്കുള്ള തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം കൊണ്ട്, നമ്മളെല്ലാവരും ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നത്. അപ്പൊ ഇതില് സാംസൺ ജഡത്തെ ക്രൂശിച്ചില്ല. നമ്മളെല്ലാം ജഡികരം, മീൻസ് ജഡികരം എന്നല്ല, നമ്മളെല്ലാവരും ജഡത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ സാംസൺ ഉണ്ടായ അതേ ടെംപ്റ്റേഷൻ നമുക്കുണ്ട്, ദാവീദിനുണ്ടായ അതേ ടെംപ്റ്റേഷൻ നമുക്കുണ്ട്. അതില്ലാന്ന് പറയുന്നത് കള്ളത്തരാണ്, വ്യാജഭാവം അത്. അപ്പൊ ഇതിനെ മെരുക്കി കീഴടക്കുന്നില്ലെങ്കിൽ ഇവൻ തലവെക്കും. അപ്പൊ സാംസന്റെ കേസിൽ ഹൗ ഇറ്റ് ഹാപ്പൻ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ജഡ്ജസിന്റെ ബുക്കില് അതിന്റെ 16-ാം അധ്യായത്തില് അപ്പൊ ഇതില് 14-ാം അധ്യായത്തില് ജസ്റ്റ് അവിടെ മാത്രം നോക്കിയാൽ ബാബു ഒന്ന് വായിക്കാം. 14-ൽ 1 തുടങ്ങി വായിക്കുമ്പോ, സിംസോൻ തിമ്നായിലേക്ക് പോയി. തിമ്നായിൽ അയാൾ ഒരു ഫെലിസ്തീയ പുത്രിയെ കണ്ടു. അപ്പോൾ അയാൾ വന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു ഫെലിസ്തീയ പുത്രിയെ ഞാൻ തിമ്നായിൽ വെച്ച് കണ്ടു, എനിക്ക് അവളെ ഭാര്യയായി നേടിത്തരൂ. എന്നാൽ മാതാപിതാക്കൾ അയാളോട് ചോദിച്ചു, നിന്റെ ചാർച്ചക്കാരുടെ പുത്രിമാരിലോ നമ്മുടെ ജനത്തിലാകെയോ പെണ്ണില്ലാഞ്ഞിട്ടാണോ നീ അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കുന്നത്? എന്നാൽ സിംസോൻ പിതാവിനോട് പറഞ്ഞു, അവളെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, അതിനാൽ അവളെ എനിക്കായി സ്വീകരിക്കുക. അപ്പൊ ഇതില് നോക്ക്, ഇതിനു മുമ്പേ തന്നെയുള്ള സിംസോന്റെ ജീവിതം നമുക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ടില്ല. എന്നാല് ഇവിടെ അപ്പനും അമ്മയും പറഞ്ഞതാ ഇത് നമുക്ക് വേണ്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് ഏർലിസ്റ്റ് സ്റ്റേജില് പാപത്തിന്റെ പ്രലോഭനം ഇത് മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ അൺബ്രിഡിൽഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സിംസോൻ അവിടുന്ന് പോയി അവസാനം എന്താ പറയുക, ഇതെല്ലാം ചെയ്യുമ്പോഴും സിംസോൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതെല്ലാം നമുക്കെല്ലാം പറ്റാവുന്ന ഒരു മേജർ ഫെയിലിയറാണ്. നമ്മളെല്ലാം വിചാരിക്കുന്ന കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടെന്ന് തന്നോ. കർത്താവ് കൂടെ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. സത്യത്തിന്റെ കൂടെ കർത്താവ് ഉണ്ടാകത്തുള്ളൂ, ദൈവവചനം അനുസരിക്കുന്നിടത്തെ കർത്താവ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറില്ലേ, 2-3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഉണ്ടാകാമെന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ എവിടെയെങ്കിലും കർത്താവ് വരുന്നുണ്ട് ഈ സ്ഥലത്ത് വെച്ചാൽ. ഇത് 2-3 പേര് കൂടുന്നിടല്ലേ എല്ലാ സ്ഥലവും. രാഷ്ട്രീയ പാർട്ടികൾ കൂടുന്നിടത്ത് 2 അല്ലെങ്കിൽ 20,000 പേരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കർത്താവ് പറഞ്ഞ് 2-3 പേര് കൂടുന്നിടത്ത് വരാന്നാണ് കർത്താവ് പറഞ്ഞത്. 2-3 പേര് ഈ എന്റെ നാമം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഇന്നോ ഈ കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് ദി ടോട്ടൽ റെവലേഷൻ ഓഫ് ഗോഡ്ലിനെസ് ഇൻ ജീസസ് ആണ് കർത്താവിന്റെ നാമം എന്ന് പറയുന്നത്. നീ എനിക്ക് നൽകിയ നാമം ഞാൻ ഇവർക്ക് കൊടുത്തു, അതാ കർത്താവിന്റെ പ്രാർത്ഥന. നീ എനിക്ക് നൽകിയ നാമം, അത് യേശു എന്നുള്ള പേരേ അല്ലത്.
നീ എനിക്ക് നൽകിയ നാമം ഞാൻ ഇവർക്ക് കൊടുത്തു. അതായത് ടോട്ടൽ റെവലേഷൻ ഓഫ് ഗോഡ്ലിനെസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവിനെ അനുസരിച്ച്, കർത്താവിന്റെ വചനങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിച്ച്, കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദേ ആർ മീറ്റിംഗ് ഇൻ ദി ആസ് പെർ ദി ടോട്ടൽ റെവലേഷൻ ഓഫ് ഗോഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. അവിടെ കർത്താവ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കും 2-3 പേര് ഭൂമിയിൽ ഐകമത്യപ്പെട്ടാൽ തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെയാണെങ്കിൽ സംഗതി എത്ര ഈസി ആയിരുന്നു. ഇത് കർത്താവ് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ശിംശോന്, അത് ശിംശോൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ എല്ലാം മധ്യത്തില് കർത്താവ് കൂടെയുണ്ട്. കാരണം കർത്താവ് പെട്ടെന്ന് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇസ്രായേൽക്കാര് 9 തവണ റബൽ ചെയ്തിട്ടും കർത്താവ് വിട്ടുപോയില്ല, 10ാമതാണ് വിട്ടുപോയത്. ശിംശോന്റെ കേസിൽ റിപ്പീറ്റഡ് ആയിട്ട് പാപം ചെയ്തപ്പോൾ ഒരു സ്റ്റേജില് കർത്താവ് വിട്ടുപോയി. നമുക്ക് ദുഃഖം തോന്നും. ശിംശോന്റെ കണ്ണ് രണ്ടും ചുഴന്നെടുത്തു, എന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് നടന്നു, ഗോതമ്പ് പൊടിക്കുന്ന ജോലി കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്, ജഡത്തിന് ജീവിതം കൊടുത്താൽ നമ്മളോടുള്ള ദൈവത്തിന്റെ ഡീലിംഗ് ഇതിന് ഒരിക്കലും ഡിഫറെന്റ് ആയിരിക്കത്തില്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ജഡത്തെ ക്രൂശി, കർത്താവ് പറഞ്ഞു ക്രിസ്തു യേശുവിനുള്ളവർ, പൗലോസ് എഴുതി ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചില്ലെങ്കിൽ നമുക്കും ശിംശോന്റെ ഫേറ്റ് കിട്ടും, നമുക്ക് ദാവീദിന്റെ ഫേറ്റ് കിട്ടും. ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് മുന്നമേ എഴുതി കിട്ടിയിരിക്കുന്നതാണ്. നമ്മൾ നീതിമാനായിട്ടുള്ള വിധിയാളന്റെ വിധികളെ കുറിച്ച് ചിന്തിക്കുന്നത്, ഇത് ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് എല്ലാം സെയിം ആണ്. യു കണ്ടിന്യൂ ടു തിങ്ക്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം